കേരളശ്രീ നമിക്കുന്നു, കേരളശ്രീ നമിക്കുന്നു. സഹ്യസാനുക്കൾ തപം ചെയ്തുണർത്തുമി ഔഷധക്കാറ്റിന്റെ മർമരങ്ങൾ. കൊഞ്ചലും കൊഞ്ചലും തൂലികത്തുമ്പിന പൊന്നാക്കി മാറ്റിയ മലയാളമേ. കൊഞ്ചനും കൊഞ്ചനും തൂലികത്തുമ്പിനാൽ പൊന്നാക്കി മാറ്റിയ മലയാളമേ. തിരുമുൻപിലർച്ചന പൂക്കളുമായിതാ കേരളശ്രീ നമിക്കുന്നു, കേരളശ്രീ നമിക്കുന്നു. സഹ്യസാനുക്കൾ തപം ചെയ്തുണർത്തുമി ഔഷധക്കാറ്റിന്റെ മർമരങ്ങൾ. നിലയത്തഴുകി സ്ഫുടം ചെയ്തു നിൽക്കുമി മലയാണ്മയെ നമിക്കുന്നു, കേരളശ്രീ നമിക്കുന്നു, കേരളശ്രീ നമിക്കുന്നു, കേരളശ്രീ നമിക്കുന്നു. ഡിഎസ്പിമാര് SHOമാര് ഓൾ സ്റ്റാഫ് അറിഞ്ഞിരിക്കേണ്ടതാണ്. പരമാവധി നടപടിക്രമം പോലീസിന്റെ ഭാഗത്താണ് ഉണ്ടാവേണ്ടത്. മുഖ്യമന്ത്രിയുടെ മീറ്റിംഗും അതുപോലെ തന്നെ ADGP ലോ ആൻഡ് ഓർഡറിന്റെ മീറ്റിംഗും ഉണ്ടായിരുന്നു. ഇനി സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് വരേണ്ട സമയം കഴിഞ്ഞു സാറേ. ഇവനെന്താ പറയണത്തെ? മേഡം അവനെ പൊക്കിയത്. എന്താണ് കേസ്? മൊബൈൽ നോക്കിയത് കൊണ്ട്. മൊബൈൽ നോക്കിയതൊരു കുറ്റമാണ്. മൊബൈൽ നോക്കുന്നത് ഒരു കുറ്റമാണ്, മൊബൈൽ ഷൂട്ട് ചെയ്യുന്നത് കുറ്റമാണ്. ഇവനെ തൊട്ടടുത്ത വീട്ടിലെ അവന്റെ കുളിമുറിയിൽ മൊബൈൽ ഒളിപ്പിച്ച് വെച്ച് കുളിസിയും പകർത്തല ഇവന്റെ വിനോദം. കൊള്ളാലോ, എല്ലാം കിട്ടിയായിരുന്നോ? പ്രതീക്ഷിച്ച പോലെ ഒന്നും കിട്ടിയില്ല സാറേ. അല്ല, എന്താണാവോ ഇയാൾ പ്രതീക്ഷിച്ചത്? ആ മൊബൈൽ എന്തേ? മൊബൈൽ മേഡത്തിന്റെ വെക്കല. ഈശ്വര, വേണമെല്ലാം കണ്ടോന്തോ? കബഡി 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 കബഡി. ഞാനേ അകത്തു പോയി ഒപ്പിട്ടോണ്ട് തിരിച്ചു വരും. പിന്നെ നമുക്ക് തമ്മിലൊന്ന് കാണണം. സാറേ സാറേ എന്താടാ ഇയാൾ ആര് സാറേ പോലീസിലെടുത്ത് ഈ മുണ്ടനെ? സ്പോർട്സ് കോട്ടയിൽ വന്നതാ. ഏതായിരുന്നു സാറേ? കബഡി കബഡി. ഓ, അതാണ് അപ്പോഴപ്പോഴാ കബഡി കബഡി എന്ന് പറയുന്നത്. മണ്ടാ അയാളുടെ ഇരട്ട പേരാണ്. അയാളുകൾക്ക് കബഡി എന്നെങ്ങാനും വിളിച്ചാലേ നിന്നോട് കുനിച്ച് എറിയടി മളിയില്ല. അവന് കിട്ടിയതൊന്നും പോരാ. അല്ല, ഇവനെന്ത് പറ്റി? അല്ല മുണ്ടനായ സാർ, സോറി സാർ, എങ്ങനെ പോലീസ് എടുത്തു എന്നാ അവന്റെ സംശയം. ഓ, സംശയം അത് തീർക്കാനുള്ളതാണ്. ഇങ്ങോട്ടൊന്ന് നീങ്ങി നിൽക്കണം. എടാ, കണ്ടാൻ മുണ്ടാൻ കാര്യത്തിൽ പമ്പൻ എന്ന് നീ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് സാറേ. എന്നാ അതാണ് ഞാൻ. സാർ നേരത്തെ എത്തി മേഡം. ആ ഓഫീസ് മാഡം അത്യാവശ്യമായി ലഭിച്ചത്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ സൂര്യൻ. വളരെ കൗതുകം തോന്നുന്ന ഒരു കേസ് ഓപ്പൺ ചെയ്യാൻ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഇതൊരു ഊമക്കത്താണ്. ആരാണ് ഇത് എഴുതിയതെന്ന് അറിയാൻ കഴിയുന്നില്ല. ഇതിൽ പറഞ്ഞിട്ടുള്ളത് വയനാട് ജില്ലയിൽ മണമ്പുഴ എന്ന ഗ്രാമത്തിൽ ഇടത്തറവിളാകം വീട്ടിൽ 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കഴിഞ്ഞ 5 മാസമായി കാണാതായിരിക്കുന്നു. അതായത് 2023 ജനുവരി 27 മുതൽ
ഈ കത്ത് എനിക്ക് അയച്ചിരിക്കുന്നത് ഈ മാസം 17-ാം തീയതി. കത്തിനോടൊപ്പം ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. മേഡം, ഇതൊരു മാൻ മിസ്സിംഗ് കേസായി രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാം. അതിനു മുൻപ് മറ്റു ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് സൂര്യൻ. ഞാൻ SP അലക്സാണ്ടറുമായി സംസാരിച്ചു. അന്വേഷണത്തിന് സഹായമായി സ്ഥലം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം വേണ്ട പോലീസ് ഉദ്യോഗസ്ഥരെ അവിടുന്ന് വിളിക്കുകയും ചെയ്യാം. ഇതൊരു കൗതുകകരമായ കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല മേഡം. പിന്നെ ഒരു ഊമക്കത്തിന്റെ പുറകെ പോകാമെന്നേ ഉള്ളൂ. ഏതായാലും FIR എടുക്കാം. പ്രമാദമായ പല കേസുകളും നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ലേ സൂര്യൻ? തെളിയിച്ചിട്ടുമുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കേസായി കൂടെ ഇതും. പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അത് കൃത്യമായി ചെയ്യുകയും ചെയ്യും. പിന്നെ കൃത്യനിർവഹണത്തിൽ മറ്റൊരു ഇടപെടലുണ്ടാകില്ലല്ലോ. നോ നെവർ. സൂര്യൻ, കാണാതായ ചെറുപ്പക്കാരന്റെ ഫാമിലി ഒരു സാധാരണ കുടുംബം. അന്വേഷിക്കാൻ നമുക്ക് മറ്റു ഡീറ്റെയിൽസ് ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. തൽക്കാലം ഒരു മീഡിയാസിനെയും ഈ കേസുമായി ബന്ധപ്പെടാൻ അനുവദിക്കരുത്. മേഡം, അവർ മണം പിടിച്ചേക്ക് എത്തിക്കോളും. പിന്നെ ക്രെഡിറ്റ് അവർ കൊണ്ടുപോവുകയും ചെയ്യും. അക്കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം മേഡം. അന്വേഷണത്തിന്റെ ഭാഗമായി നാട്ടിലെ സാധാരണക്കാർ മുതൽ പ്രമുഖരായി പലരെയും ചോദ്യം ചെയ്യേണ്ടതായി വരും. അപ്പോഴൊക്കെ മുഖം നോക്കാതെ നടപടി എടുക്കേണ്ടതായും വരും. അതുണ്ടാകണം. ആഭ്യന്തര വകുപ്പിന്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള അനുവാദവും തന്നിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ പോലീസിനുള്ളതാണ്, പോലീസിനു മാത്രം. അണ്ടർസ്റ്റാൻഡ്? യെസ് മാഡം. എന്നാൽ നമുക്ക് അന്വേഷണം ആരംഭിക്കാം. മണമ്പുഴ എന്ന ഗ്രാമത്തിൽ ഇടത്തറവിളാകം വീട്ടിലേക്ക്. അഞ്ചാം പ്രതി, അക്യൂസ്ഡ് നമ്പർ 5. കേരളശ്രീയുടെ 7ാമത് നാടകം. പ്രിയമുള്ളവരെ, ഒരു അന്വേഷണ കഥയാണ് ഈ നാടകം. യാഥാർത്ഥ്യങ്ങൾ കഥകളാകുകയും കഥകൾ യാഥാർത്ഥ്യങ്ങളാകുകയും ചെയ്യുന്ന ഈ പുതിയ കാലത്ത് ഒരു നേരിൻ്റെ കഥ പറയുന്നു തിരുവനന്തപുരം കേരളശ്രീ. ലോകം മാറ്റത്തിന് കുതിക്കുമ്പോൾ നമ്മുടെ സംസ്കാരവും കുടുംബ ബന്ധങ്ങളും ശിഥിലമാകാനുള്ള കാരണങ്ങളിൽ നമ്മളും അറിയാതെ പെട്ടുപോകുന്നു. മാതാപിതാക്കൾ മുറയും തരവും നോക്കാതെ എങ്ങനെ വിളിക്കുന്നുവെന്ന് നോക്കി മക്കളും മരുമക്കളും കൊച്ചുമക്കളും അതേറ്റു ചൊല്ലുന്ന കാലം. ന്യൂ ജനറേഷൻ എന്ന വിളിപ്പേരോടെ ലിവിങ് ടുഗദറും പാശ്ചാത്യ സെക്സ് സംസ്കാരവും നമ്മൾ കടമെടുക്കുന്നു. മുതിർന്നവരോടും ഗുരുക്കന്മാരോടുമുള്ള ബഹുമാനവും ആദരവും കുറയുന്നു. അധർമ്മതിന്മകൾക്കെതിരെ ഉറക്ക വിളിച്ചു പറയുവാൻ കലാകാരന് കഴിയുമെങ്കിലും പ്രാവർത്തികമാക്കാൻ രാഷ്ട്രീയക്കാർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും കഴിയും എന്ന ഉത്തമ ബോധ്യത്തോടെ കേരളശ്രീ നിഴൽ എന്ന നാടകത്തിന് ശേഷം ഒരു പുതിയ നാടകത്തിന് നേരിൻ്റെ നേർക്കാഴ്ചയിലേക്ക് വിനയപൂർവ്വം സ്വാഗതം. അഞ്ചാം പ്രതി. ചെണ്ടക്കൊലു പോലുള്ള പെണ്ട പറിക്കടിയേ ചെഞ്ചോര ചീര ഞാൻ കുയിലെടുക്കാം. ചെണ്ടക്കൊലു പോലുള്ള പെണ്ട പറിക്കടിയേ ചെഞ്ചോര ചീര ഞാൻ കൊയ്തെടുക്കാം. അകതാനാരോ അകതീതാരോ ഉത്രാട ചന്തയ്ക്ക് ചന്തം ചമയ്ക്കുവാൻ അച്ചിഞ്ഞ പൂമ്പയർ കെട്ടിവെക്കാം. അകതാനാരോ അകതീതാരോ അകതാനാരോ അകതീതാരോ. കാറ്റത്ത് താളം പിടിക്കുന്ന ബാവലും കോവലും മാടി വിളിപ്പുന്നമ്മേ. ഞാലിപ്പൂവൻ മുത്തു നാളത്തെ ചന്തയ്ക്കു 4 വെട്ടിപ്പൊതിഞ്ഞു വെക്കാം. അകതാനാരോ അകതീതാരോ അകതാനാരോ അകതീതാരോ. ചെണ്ടക്കൊലു പോലുള്ള പെണ്ണ പറിക്കടിയേ ചെഞ്ചോര ചീര ഞാൻ കുയിലെടുക്കാം. ചെണ്ടക്കൊലു പോലുള്ള പെണ്ണ പറിക്ക
ചെഞ്ചോര ചീര ഞാൻ കൊയ്തെടുക്കാം. അകതാനാരോ, അകതീതാരോ, അകതാനാരോ, അകതീതാരോ. പ്രകാശേട്ടൻ അതിരാവിലെ ഇത് എവിടെ പോയിട്ട് വരുന്നതാ? ഞാൻ ഇന്നലെ അമ്പലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. വെളുക്കുന്നേരം കലാപരിപാടികളായിരുന്നല്ലോ. ഇന്ന് കുടിയിറങ്ങുകയല്ലേ. കൊള്ളാം. ആ അമ്മയെ തനിച്ചാക്കിയിട്ട് അവരവിടെ കിടന്നോളൂ. കഴുത്തിന് ചുറ്റും നാക്കല്ലേ. മല മറഞ്ഞു വന്നാലും നാക്ക് കൊണ്ട് നിർത്തും. എന്നാ ചെല്ല്, അന്വേഷിച്ചിങ്ങ് എത്തും മുമ്പ്. ആ പ്രിയ ജഗൻ വിളിച്ചിരുന്നു. എന്നെ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. എന്ത് പ്രകാശേട്ടാ? ഞാൻ 2 ദിവസമായി വിളിക്കുന്നു, അവൻ ഫോൺ എടുക്കുന്നില്ല. അത്യാവശ്യം ജോലി തിരക്കായിരിക്കും. സ്വന്തം ഭാര്യയെ വിളിക്കുന്നതിലും കൂടുതൽ അവൻ എന്നെയാണ് വിളിക്കാറ്. എല്ലാ ഉത്തരവാദിത്തങ്ങളും അവൻ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയിരിക്കുന്നത്. അവൻ എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഇനി ജഗേട്ടൻ വിളിക്കുമ്പോ കൂട്ടുകാരന്റെ ഈ പരിപ്പും പരാതിയെല്ലാം ഞാൻ അറിയിച്ചോളാം. പോരെ? ഇന്നലെ മാമനെ മാമി അമ്പലത്തിൽ കണ്ടതേ ഇല്ല. പ്രിയ വരാത്തതും അതുകൊണ്ടായിരിക്കുമല്ലേ? അതെ, അത് തന്നെ. ആ പ്രകാശേട്ട പോകല്ലേ? അകതാനാരോ, അകതീതാരോ, അകതാനാരോ, അകതീതാരോ. ചെണ്ടക്കോല് പോലുള്ള പെണ്ണ പതിച്ചെടിയേ. വായിച്ചു. എങ്ങനെയുണ്ട്? കൊള്ളാം. പിന്നെ ആ സച്ചിദാനന്ദ മാഷിന്റെ കവിത ഉണ്ടെങ്കിൽ ഒന്ന് എത്തിച്ചു തന്നെ. എന്താ പ്രിയത്? എന്റെ ലൈബ്രറി ഇല്ലാത്ത ഒന്നും തന്നെ ഇല്ല. എന്ത് വേണമോ ചോദിച്ചോ, ഞാൻ എത്തിച്ചു തരും. എന്റെ ലഹരി വായനയാണ്. അതിൽ നിന്നും കിട്ടുന്ന ഒരു അനുഭൂതി, സുഖം ഞാൻ എന്നെ തന്നെ മറക്കുന്നു പ്രിയ. മനസ്സിലായി. ഈ വിവാഹം വരെ മറന്നുപോയത് ഈ വായന കൂടിയത് കൊണ്ടാവാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പ്രകാശ, എന്താ രാവിലെ? ഇന്നലെ അമ്പലത്തിലായിരുന്നു അമ്മായി. അല്ല, പ്രകാശിന്റെ അമ്മ 2 ദിവസമായിട്ട് കാണില്ല. എന്തു പറ്റി? അവരവിടെ തന്നെ ഉണ്ട്. എന്നെ കണ്ടാൽ അപ്പ തുടങ്ങും നാക്ക് 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 നാക്ക്. എടാ പ്രകാശ, നീ കല്യാണം കഴിക്കാത്തോണ്ട സാവിത്രിക്കുള്ള പരാതി. നേരത്തെ കാലത്തും കല്യാണം കഴിച്ചൊരു കുടുംബമായില്ലെങ്കിലേ പിന്നീട് അനുഭവിക്കും. ആരോഗ്യമില്ലാതെ വന്നാൽ ആരും നിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. എനിക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് മാമി. ഞാൻ പോയിട്ട് പിന്നെ വരാം. ഉപദേശം കൊണ്ട് ഒട്ടും പിടിക്കുന്നില്ല അമ്മായി. ആ പിന്നെ മറ്റുള്ളവരെ സഹായിച്ച് സ്വന്തം കാര്യങ്ങളും നോക്കണേ പ്രകാശ. പ്രകാശിനെ കാണുമ്പോ നമ്മുടെ ജഗൻ അടുത്ത് നിൽക്കുന്നത് പോലെയാ. അവർ തമ്മിൽ 2 മാസത്തെ പ്രായ വ്യത്യാസമല്ലേ ഉള്ളൂ. അമ്മാവ, ഞാൻ ചായ ടേബിളിൽ വെച്ചിരുന്നു. കുടിച്ചു. അല്ല, ഞാൻ 2-3 ദിവസമായി ശ്രദ്ധിക്കുന്നു. ആകെ ഒരു ഉന്മേഷമില്ലാത്തതുപോലെ. ഇന്നലെ ക്ഷേത്രത്തിലും വന്നില്ല. എന്തു പറ്റി എന്റെ അയ്യപ്പൻ നായർക്ക്? എനിക്കൊന്നും പറ്റിയില്ല. മോളെ ജഗൻ വിളിച്ചായിരുന്നു. എന്നെ വിളിച്ചിരുന്നു. കൃഷി പണിയുമായി അച്ഛൻ ഇനി ഇറങ്ങി നടക്കണ്ട, വീട്ടിലിരുന്നാൽ മതിയെന്ന്. അവനെന്തറിയാം, നല്ല പ്രായത്തിൽ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട മിച്ചം കുറച്ച് ഭൂമിയാ. അവിടെ നട്ടും കിളച്ചും പണിക്കാടൊപ്പം കൂടിയും ഇനിയുള്ള ശിഷ്ട ജീവിതം ജീവിച്ച് തീർക്കണം. ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്നാണ് ആഗ്രഹം. നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാ ജഗേട്ടൻ ഗൾഫിൽ പോയത്. അമ്മാവന്റെ ഇമ്മാതിരിയുള്ള ഒരു സംസാരങ്ങളും ഇനി വേണ്ട. ഏതായാലും ഈ പ്രവാസ തിരുമനസ് ദാ ഇവിടെ ഇങ്ങനെ അങ്ങ് ഇരുന്നാ മതി. പിന്നെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കളാം, അല്ലേ അമ്മായി? ഈയിടെ ഈ സ്ഥാനത്തും അസ്ഥാനത്തും വിളിച്ച വാക്കുകൾ അവൾക്ക് എന്തെങ്കിലും തോന്നും? എടി, അവളെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്ക് നിനക്കുമാണ്. അതുകൊണ്ടാണ് ഞാൻ ചിലതൊക്കെ പറഞ്ഞു പോകുന്നത്. ഓ, ഒരു ഉപദേശം. ആവർത്തന വിരസത ഉണ്ടാകും. എന്നാലും ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്റെ അച്ഛനും അമ്മയ്ക്ക് ഞങ്ങൾ 3 മക്കളാ. ഞാനുണ്ട് എന്റെ അനുജത്തിമാർ. വളരെ കഷ്ടപ്പെട്ടാണ് അച്ഛനമ്മയെ ഞങ്ങളെ പഠിപ്പിച്ചതും വളർത്തിയതുമല്ല. എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. എന്നെ അന്വേഷിച്ച് പലപ്പോഴും അവർ വീട്ടിൽ വരുമായിരുന്നു. അപ്പോഴൊക്കെ എന്റെ അച്ഛൻ ഒന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ: അഭിമാനമാണ് നമുക്ക് വലുതെന്ന്. നിനക്ക് താഴെയുള്ള പെമ്പിള്ളാരെ നീ കാത്തു സംരക്ഷിക്കണമെന്ന്. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. അവർക്കൊക്കെ ഓരോ ജീവിതവും ഉണ്ടാക്കി കൊടുത്തു. ഇതാ ഞാൻ പറഞ്ഞ സ്ഥാനത്തും അസ്ഥാനത്തുമുള്ള ഇത്ര പ്രയോഗങ്ങളെന്ന്. എന്റെ സംസാരവും പ്രവൃത്തിയും സ്ഥാനത്ത് തന്നെയാണ് പാർവതി. ഇനി വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. അപ്പുറത്തെ വീട്ടിലെ പ്രകാശന്റെ ഈ വീട്ടിലേക്കുള്ള വരവും പോക്കും എനിക്ക് ഇഷ്ടമല്ല. പ്രിയ നമ്മുടെ മകന്റെ ഭാര്യ ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കും. ഒന്നാമത് അവൻ ഗൾഫിലും. നിങ്ങൾക്ക് എന്താ പറ്റിയേ? ജഗനെ പോലെ അല്ലേ പ്രകാശനും? കാലം മാറിയില്ല ഈ പേട്ട. എന്റെ മടിയിലിരുത്തിയ 2 പേരെയും കാലോലിച്ചത്. അച്ഛൻ ഉപേക്ഷിച്ചു പോയ അവനെ വളർത്താൻ വീട് വീടാന്തര പാത്രങ്ങൾ കഴുകിയും ആഹാരം വെച്ച് വിളമ്പി കിട്ടുന്ന കാശ് കൊണ്ടാ സാവിത്രി അവനെ വളർത്തിയത്. എന്റെ മുലപ്പാലിന്റെ രുചി അറിഞ്ഞവനാണ് കുട്ടി. തലനാട് പോകില്ല ഈ പൊന്നാരെ. എന്റെ വാക്കുകളെ ഞാൻ പിൻവലിക്കുന്നു. ഒരുപക്ഷെ എന്റെ അജ്ഞത കൊണ്ടാകാം
സംരക്ഷണം മാത്രമേ എനിക്കറിയാവൂ. വയസ്സ് 10-25 ആയില്ലേ. മക്കൾ വളർന്നു കഴിഞ്ഞാൽ നായെപ്പോലെ വീട്ടുകാവൽക്കാരനായി കഴിഞ്ഞുകൂടേണ്ട കാലമായത്. പിന്നെ കുരങ്ങനെ പോലെ ഓരോ മക്കളെ വീട്ടിലും ചാടി ചാടി ഇങ്ങനെ. ആ പ്രായം ചെന്നോട് വാക്കിനൊക്കെ ഇപ്പൊ എന്താവില്ല. അവിടെ നിൽക്കൂ. ഞാൻ ഈ ഇടത്തര കുടുംബത്തിൽ വന്നിട്ട് വർഷം 37 കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ അധികവും പട്ടിണിയും ദുരിതങ്ങളും മാത്രമായിരുന്നു. എല്ലാം സഹിച്ചവളാണ് ഞാൻ. ഇനിയുള്ള കാലം നമുക്ക് സന്തോഷമായി കഴിയാം. ഇപ്പൊ നേരെ ആ ഫോൺ എടുത്ത് മോനെ എന്ന് വിളിച്ചേ. ഇല്ല, നീ തന്നെ വിളിച്ചു. ഹലോ അച്ഛാ. അച്ഛനല്ല മോനെ, അമ്മയാ. ആ അമ്മേ, അച്ഛൻ എവിടെ? എന്റെ അടുത്തുണ്ട്, കൊടുക്ക. പിന്നെ സമയത്തിന് ഭക്ഷണമൊക്കെ കഴിക്കണം. കമ്പനിയിലെ കൂട്ടുകാരോട് എന്റെ സ്നേഹം അന്വേഷണം അറിയിക്കണം കേട്ടോ. ശരി അച്ഛാ. പ്രിയ എന്തെടുക്കുന്നു? അവള് അടുത്തുണ്ടോ? അടുക്കളയിലാണെന്ന് തോന്നുന്നു. വിളിക്കണോ? ഒന്ന് കൊടുക്കമ്മേ. അയ്യപ്പൻ നായർ. അതെ സാർ. പാർവതി. അതെ സാർ. ഇടത്ര വിളാകം വീട്, മണമ്പുഴ PO. അതെ സാർ. എന്താണ് സാർ ഇവിടെ? ഏയ് ഒന്നുമില്ല. ഈ അഡ്രസ് ശരിയാണോ എന്ന് അറിയാൻ വന്നതാ. ഹലോ സർ, ഞാൻ ആ വീട് കണ്ടുപിടിച്ചു. അതെ സർ, ഞാനിപ്പോൾ ആ വീട്ടിലാണ്. ഓക്കെ സർ. പരിശ്രമിക്കേണ്ട. 1-2 കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്നു മാത്രം. ഒരു 10 മിനിറ്റ് ഞങ്ങളോടൊപ്പം സഹകരിക്കും. പിന്നെ പറയുന്നതൊക്കെ സത്യമായിരിക്കും. ഞങ്ങൾ കള്ളം പറയാറില്ല സാറേ. സാറിന് എന്താ അറിയണ്ടേ ചോദിച്ചോളൂ. അല്ല, ഇരിക്കണം സാറേ. അയ്യപ്പൻ നായർ എത്ര വർഷം ഗൾഫിൽ ജോലി നോക്കി? 20 വർഷം. എന്തായിരുന്നു ജോലി? ഒരു ലെയ്ത്ത് കമ്പനിയിലെ ഫോർമാൻ ആയിരുന്നു സാർ. ചോദ്യം അയ്യപ്പൻ നായരോടാണ്. അദ്ദേഹം തരുന്ന കഷ്ടപ്പെട്ട പണിയെടുത്ത കാശ് കൊണ്ട് കുറച്ച് നിലം വാങ്ങി അവിടെ കൃഷികാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. കുടുംബം എല്ലാവരും ഈ വീട്ടിൽ തന്നെയാ സാർ താമസം. അയ്യപ്പൻ നായർക്ക് എത്ര മക്കളുണ്ട്? 2 മക്കൾ. ആ മക്കളാ. അവരെവിടെ? ഐ മീൻ കുട്ടികൾ. മൂത്തയാള് ഗൾഫിലാണ്. ഇദ്ദേഹം ജോലി നോക്കിയ കമ്പനിയിൽ തന്നെ. പിന്നെ ഇളയവനെ അവനോട് നാടോടിയാ സാറേ. ഈ പക്ഷി സ്നേഹിയും പ്രകൃതി സ്നേഹിയും. കുറച്ച് ദിവസമായി ഇവിടെ പോയിട്ട് അവൻ ഉടനെ മടങ്ങിയെത്തും. ഇപ്പൊ പോയിട്ട് എത്ര നാളായി? ഒരു 6 മാസത്തോളമായി. സാധാരണ പോയാൽ എത്ര നാൾ കഴിഞ്ഞാ തിരിച്ചു വരാറ്? 1 മാസം അല്ലെങ്കിൽ 1.5 മാസം. 6 മാസമായിട്ട് നിങ്ങൾ അന്വേഷിച്ചില്ല? സാധാരണ അങ്ങനെ അന്വേഷിക്കാറില്ല സാർ. ഇവിടെ പോയാൽ അവൻ മടങ്ങിയെത്തും. ഫോൺ വിളിക്കാറുണ്ട്? ഉണ്ട് സാർ, പക്ഷെ കിട്ടുന്നില്ല. റിംഗ് ചെയ്യുന്നുണ്ടോ? ഇല്ല സാർ. മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതായത് ഫോൺ ചെയ്തിട്ടും എടുക്കാതിരുന്നിട്ടുണ്ടോ എന്ന്? ഉണ്ട് സാർ. ചില സമയങ്ങളിൽ അവനെ വിളിച്ചാൽ ഫോൺ എടുക്കാറേ ഇല്ല. കാണാത്തത് കാരണം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ അറിയിച്ചില്ല? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല സാർ. അവനിങ് എത്തും. ഉറപ്പുണ്ടോ? ഉണ്ട് സാർ. എന്റെ മോൻ എത്തും. ഇനിയിപ്പോ പക്ഷി സ്നേഹിയായ നിങ്ങളുടെ മകൻ പക്ഷികളെയും തേടി കാട്ടിലൂടെ ക്യാമറയുമായി പോകുമ്പോ കാൽ വഴുതി താഴ്വരയിലെങ്ങാനും വീണ് ഞാൻ പ്രസവിച്ച എന്റെ പൊന്നു മോനാണ് നകുൽ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്റെ മോൻ. പാർവതി, ഒന്നുമില്ല. ഇതൊക്കെ പോലീസുകാരുടെ ഓരോ സംശയങ്ങളല്ലേ. ഇതൊക്കെ നമ്മുടെ ധൈര്യമുള്ളവനാ. അവനൊന്നിച്ചിട്ടില്ല. അവനത്തും ഒന്നുമില്ല. നിങ്ങളെ കൂടാതെ ഇവിടെ ആരാ ഉള്ളത്? മകന്റെ ഭാര്യ. ഒന്ന് വിളിക്കണം. ഒന്ന് വിളിച്ചു. എന്താ പേര്? പ്രിയ. മുഴുവൻ പേര്? ദേവപ്രിയ. എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്? 5 വർഷത്തിലധികമായി. വിവാഹം എങ്ങനെയായിരുന്നു? സാർ മനസ്സിലായില്ല. പ്രേമ വിവാഹമോ അതോ വീട്ടുകാർ തമ്മിൽ ആലോചിച്ചതാണ്? വീട്ടുകാർ തമ്മിൽ ആലോചിച്ചതാണ്. വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ ഭർത്താവ് അതായത് ജഗൻ ഗൾഫിലായിരുന്നു? അതെ സാർ. ഞങ്ങൾ വന്നത് നിങ്ങളുടെ ഭർത്താവിന്റെ അനുജൻ ഒരു നകുൽ
കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കാണാൻ. അതിന്റെ അന്വേഷണ ഭാഗമായാണ് ഞങ്ങളിവിടെ എത്തിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? നകുൽ നല്ല കുട്ടിയാണ്, എനിക്ക് അവന് വളരെ ഇഷ്ടമാണ് സാർ. ഇഷ്ടം? ഇഷ്ടം എന്ന് വെച്ചാൽ? എന്റെ സഹോദരൻ, എന്റെ കുഞ്ഞ് സാധാരണ എവിടെ പോയാലും കുറെ ദിവസം കഴിഞ്ഞ് അവൻ വരുന്നതാണ്. അവൻ വരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. വിനോദേ, സർ. ഇവരുടെ ഫോൺ നമ്പർ പറഞ്ഞു. സർ. ഈ നകുലിന്റെ മുറിയതാ. ഇതാണ് സാർ. പ്രിയ, ദേവിപ്രിയ, നിങ്ങൾ എന്നോട് ഒരു കള്ളം പറഞ്ഞതായി തോന്നുന്നു. ഇല്ല സാർ, ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. പറഞ്ഞു. നിങ്ങളും ജഗനും തമ്മിൽ പ്രേമവിവാഹമായിരുന്നു. ഇല്ലെന്നാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞ സത്യമാണ് സാർ. അവൾ പറഞ്ഞ നേരാണ് സാർ. ചോദ്യം നിങ്ങളോടല്ല. കലാമണ്ഡലത്തിൽ നിന്നും ക്ലാസിക്കൽ ഡാൻസിൽ ബിരുദമെടുത്ത ദേവിപ്രിയ, നിങ്ങളെയൊക്കെ ഈ നാടും നാട്ടുകാരുമൊക്കെ നോക്കിക്കാണുന്നത് വളരെ ആദരവോടെയാണ്. അതൊരു അംഗീകാരമായി കണ്ടുകൊണ്ട് സത്യം മാത്രം തുറന്നു പറയുക. പോലീസിന് ഒരു കേസ് കിട്ടിയാൽ എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാനാണ് താല്പര്യം. ഇവിടെ നിങ്ങളുടെ സഹകരണം ഉണ്ടായാൽ ഇതും എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. ഉടനെ തന്നെ SP ഓഫീസിൽ വിളിപ്പിക്കും. ഹാജരാകണം 3 പേര്. ഈ പരാതിക്കാരെങ്കിൽ കൊള്ളാമായിരുന്നു. കേസിന്റെ സ്വഭാവവും ഗൗരവവും കണക്കാക്കി മാത്രമേ ഞങ്ങൾ പരാതിക്കാരി ബോധ്യപ്പെടുത്താറുള്ളൂ. എന്നാൽ ഈ കേസിന്റെ പരാതിക്കാരെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആദ്യം ഇതൊന്ന് പൂർത്തിയാകട്ടെ, പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കാം. അല്ല, ഞാനിപ്പോൾ നിങ്ങളോട് ചിലത് ചോദിച്ചൊരു സംശയമൊന്നും വേണ്ട. നിങ്ങളുടെ മകൻ തിരിച്ചു വരും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക. വന്നാലും വന്നില്ല എങ്കിൽ നിങ്ങളുടെ മൊഴിയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഈ കേസ് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. പക്ഷെ അതിന് നിങ്ങൾ സമ്മതിച്ചേ മതിയാകും. മറിച്ച് ഞങ്ങൾക്ക് നിങ്ങളിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ അല്ല, നിങ്ങൾ ഈശ്വരവിശ്വാസികളാണ്. അതെ സാർ, ഈശ്വരൻ ഞങ്ങളെ കൈവിടില്ല. അമ്മേ, പ്രാർത്ഥിക്കണം മകൻ നകുൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ. അഥവാ വന്നില്ല എങ്കിൽ വീണ്ടും മനസ്സുരുകി സകല ദൈവങ്ങളോടും പ്രാർത്ഥിക്കണം. അവനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ പോലീസുകാർക്ക് ശക്തിയും ഊർജവും തരണേ എന്ന്. പിന്നെ ഒരു കാര്യം, നകുലിന്റെ മുറി ഞങ്ങൾ സീൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അനുവാദമില്ലാതെ ആ മുറിക്കുള്ള ആരും കയറുക. മക്കളെ മാതാപിതാക്കൾ സ്നേഹിക്കുന്നതിന്റെ ഒരു അംശമെങ്കിലും മക്കൾ എന്നുള്ള സ്നേഹം തിരികെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അധികം മാതാപിതാക്കൾ. എന്തിനാ പാർവതി ഇതുവരെ ഇല്ലാത്ത വിശേഷണങ്ങളുമായി പോലീസുകാർ ഈ വീട്ടിലെത്തിയത്? ജീവിതത്തിൽ എന്റെ മരണം വരെ കേസും വഴക്കുമായി പോലീസിന്റെയോ കോടതിയുടെ മുന്നിൽ പോകില്ല എന്ന് ദൃഢനിശ്ചയമെടുത്ത എനിക്ക് എന്തിനാണോ ഇങ്ങനെ ഒരു വിധി? അമ്മയെന്ന പദത്തിനർത്ഥം സനോത്സകയെന്ന. എന്റെ ഉള്ളിൽ കനലെരിയുന്നു. പോലീസുകാർ ഓരോന്ന് ചോദിച്ചപ്പോൾ എന്തോ ഒരു സംശയം എന്നിലും ബാക്കി നിൽക്കുന്നു. എന്താ അമ്മായി? ഒന്നുമില്ല, അവനിങ്ങ് വരും. ഇല്ല മോളെ, ഇതിന്റെ പേരിൽ ഇനിയും പോലീസുകാരെത്തും. പിന്നെ അവർ പറയുന്നിടത്തൊക്കെ നമ്മൾ പോകേണ്ടി വരും. ഈ വയസ്സുകാലത്ത് മക്കളോടൊപ്പം സന്തോഷിച്ച് കഴിയാൻ വിധിയില്ലല്ലോ ദൈവമേ. ഞാൻ ജഗേട്ടനെ ഈ വിവരം വിളിച്ചറിയിക്കാം. വേണ്ട മോളെ, ഇതറിയാൽ അവന്റെ മനസ്സ് വേദനിക്കും. ഒരു പക്ഷെ പൊട്ടെന്ന് പുറപ്പെട്ടു ഇരിക്കും. ഇല്ല, അവൻ അറിയണം. കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളാകുന്നതിന് മുന്നേ അവൻ അറിയണം. ഇല്ലെങ്കിൽ അവൻ പരാതി പറയും. സ്വന്തം കൂടപ്പുറപ്പാണ് നകുൽ. ജഗേട്ടൻ അറിഞ്ഞാൽ മതിയാകൂ. എന്നാ പിന്നെ നിങ്ങളെയൊക്കെ ഇഷ്ടം പോലെ അങ്ങ് അയക്കോ. ഇതൊരു പരിചയമില്ലാത്ത നമ്പറാണല്ലോ. എടുക്കയിപ്പേട്ട, നമ്മുടെ മോൻ എനിക്ക് നകുല്. നീ തന്നെ എടുക്ക. അയ്യോ, കട്ടായി പോയി. അയ്യപ്പേട്ടൻ പോയി കിടന്നോളൂ. ഹലോ, SP ഓഫീസിൽ നിന്നാണ്. അദ്ദേഹത്തോട് പറയണം നാളെ രാവിലെ 10 മണിക്ക് SP ഓഫീസിലെത്തണമെന്ന്. നിങ്ങളും മകന്റെ ഭാര്യയായ കുട്ടിയെയും കൂട്ടി വരണം. എന്താ മായി? ആരാ വിളിച്ചത്?
ആ പോലീസുകാരാ. നാളെ രാവിലെ 10 മണിക്ക് നമുക്ക് ചെല്ലണം. നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കണമെന്നോ ശാരീരികമായി ഉപദ്രവിക്കണമെന്നോ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. സത്യം സത്യമായി പറഞ്ഞാൽ അതിവിടെ തീരാവുന്നതേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല സാറേ. എന്റെ പൊന്നു മോനാ നകുൽ. അവന് ജന്മം കൊടുത്തൊരു അച്ഛനാണ് ഞാൻ. കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്റെ വീട്ടിൽ വന്നതിന് ശേഷം എന്റെ വീട് ഒരു മരണ വീട് പോലെ ആയി സാർ. അയ്യപ്പ നായരെ, ഇത് കുറ്റവാളികളെന്ന് സംശയിക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്ന ഒരു ഇടമാണ്. അതായത് ഇടിമുറി എന്ന് പറയും. ഇവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്ന ആൾക്കാരെല്ലാം കുറ്റം സമ്മതിക്കാറാണ് പതിവ്. ചിലരാണെങ്കിൽ മാനസികമായി ഇവിടെ തളർന്നു വീണ് മരിച്ചിട്ടുണ്ട്. ചിലരാണെങ്കിൽ തത്ത പറയുന്ന പോലെ പറയാറുണ്ട്. അങ്ങനെ ഈരിട്ടിറക്കുള്ളിൽ ചത്തുടങ്ങിയ കുറെ എണ്ണമുണ്ട്. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല സാറേ. തുടക്കത്തിൽ എല്ലാവരും ഇങ്ങനെയല്ലേ പറയാറ്. കുറ്റം തെളിയിക്കാവുന്ന ഒരുപാട് സാധനങ്ങൾ അതിർപ്പുണ്ട്. എടുക്കട്ടെ. നിങ്ങളുടെ മകന് എതിരാളികളായി അറിയുണ്ടായി? ഇല്ല സാർ. അവൻ എന്റെ നാട്ടിലെ പ്രിയപ്പെട്ടവനായിരുന്നു. ഒരു മനുഷ്യ സ്നേഹി, സാമൂഹ്യ സ്നേഹി. അവനെ കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പായിരുന്നു സാറേ. എന്ന് മുതലാണ് അവനെ കാണാതായെന്നറിയാം? ഒരു ദിവസം ഉച്ച കഴിഞ്ഞു. ഏത് ദിവസം? അത് കൃത്യമായി ഓർമ്മയില്ല സാർ. നിങ്ങൾ എല്ലാ മാസവും സാധാരണ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിൽ പോകാറുണ്ട് അല്ലേ? ഈ നകുൽ വീട് വിട്ടിറങ്ങിയതിന്റെ എത്ര ദിവസം കഴിഞ്ഞാണ് നിങ്ങൾ ഗുരുവായൂർ പോയത്? അന്നേ ദിവസം. തിരിച്ചപ്പോ 4 ദിവസം കഴിഞ്ഞു. അപ്പോൾ നകുൽ വീട്ടിലുണ്ടായിരുന്നു? സാർ, വീട് പൂട്ടിയിട്ടാ. വീട് പൂട്ടി പോകുമ്പോ താക്കോല് കൊണ്ടുപോകാറാണ് പതിവ്? ഇല്ല സാർ. അടുക്കളയ്ക്ക് ഭാഗത്തെ വടക്ക് ഭാഗത്ത് ജനാലയ്ക്കുള്ളിലാണ് വെക്കാറാണ് പതിവ്. ഈ താക്കോൽ വയ്ക്കുന്ന സ്ഥലം മറ്റാർക്കെങ്കിലും അറിയാം? ഇല്ല സാറേ. ഇപ്പൊ നേരെ നിങ്ങളെ ഞങ്ങളെപ്പോ വിടുന്നു. പക്ഷെ വീണ്ടും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടേയിരിക്കും. വരണം. ഇനി വിളിക്കുമ്പോൾ ഇതായിരിക്കില്ല ഞങ്ങളെ രീതി. പ്രായമൊന്നും നോക്കില്ല. അത്രയ്ക്ക് ക്രൂരമായിരിക്കും. പറഞ്ഞു മനസ്സിലായി. ഇനി ആരൊക്കെയുണ്ട് സാർ? അയാളുടെ ഭാര്യ മരുമകളും. ആദ്യം ഭാര്യ ഒന്നും. സാർ, ശരി, വീണ്ടും ഞങ്ങൾ നിങ്ങളെ തേടിയെത്തും. അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കും. അറിയാവുന്നതും ഇനി അറിയുന്നതും ഞങ്ങളോട് പറയണം. അറിയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞു സാർ. എന്തിനാ സാറേ ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? കാണാതായത് ഞങ്ങളുടെ മകനെയാണ്. മതി മതി, പോണം. സാർ, ഇതുവരെയുള്ള അന്വേഷണത്തിൽ ആ ചെറുപ്പക്കാരൻ എവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ ഉറപ്പിക്കാം. നമുക്ക് ഈ കേസ് അവസാനിപ്പിക്കാം സാർ. മാഡത്തിന് കാര്യങ്ങൾ ബോധ്യമാകുമല്ലോ. ദിവ്യ മേഡം ആദ്യം ഈ കേസിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതത്രയ്ക്ക് കൗതുകരമായ ഒരു കേസല്ല എന്ന്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്നും വളരെ വ്യക്തവുമാണ്. യാതൊരു സംശയത്തിനും ഇടയുമില്ല. രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ കേസിന് അടിവരയില്ല. അതാ സാർ നല്ലത്. ഈ കേസിന് മൊഴി നൽകാമെന്നവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി കൂടി പുറത്തു നിൽപ്പുണ്ട്. ആ കുട്ടിയെ നമുക്ക് അവരോടൊപ്പം പറഞ്ഞു വിടാം അല്ലേ സാർ? അതാ നല്ലത്. അതിനൊന്നും അറിയില്ല, പറഞ്ഞിട്ടേക്ക്. സാർ, അത് പാടില്ല. വിനോദ്, മൊഴി രേഖപ്പെടുത്താതെ പറഞ്ഞു വിട്ടാൽ കേസിന് ഒരു പൂർണ്ണത വരില്ല. ആ കുടുംബത്തിൽ ഒരു അംഗമായതുകൊണ്ട് 1-2 ചോദ്യങ്ങൾ നമുക്ക് തിരിച്ചും മറിച്ചും ചോദിക്കാം. സാർ, ചിലപ്പോൾ എന്തെങ്കിലും തുമ്പ് കിട്ടിയാലും എല്ലാം റെക്കോർഡാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വരാൻ പറയും സാർ. പ്രിയ, ജയപ്രിയ, ഇന്നലെ ചോദിച്ച ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു എന്ന് വരാം. നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ ഗൾഫിലാണ്. അതെ സാർ. എത്ര വർഷമായി ഗൾഫിൽ ജോലി ചെയ്യുന്നു? വിവാഹത്തിന് മുമ്പ്. ഞാൻ മുമ്പ് നിങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ വിവാഹം പ്രേമ വിവാഹമായിരുന്നോ എന്ന്.
ഇല്ലെന്നാണ് പ്രിയ എന്നോട് കള്ളം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ. പെണ്ണ് കാണാൻ വരുന്ന ദിവസമാണ് ജഗേട്ടനെ ഞാൻ ആദ്യമായി കാണുന്നത്. അതിനു മുൻപ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ പ്രേമവിവാഹമായിരുന്നു. കലാമണ്ഡലത്തിലെ ക്ലാസിക്കൽ ഡാൻസിൽ ബിരുദമെടുത്ത ദേവിപ്രിയയുടെ ഡാൻസ് വേദികളിൽ നിന്നും വേദികളിലേക്ക് ഓരോ രാവുകളും താണ്ടി സദസ്സിന്റെ ആദരവും അംഗീകാരവും ഏറ്റുവാങ്ങുമ്പോൾ കണ്ണിമ വെട്ടാതെ ഒരാൾ വേദിയിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു. ജഗൻ, നിങ്ങളുടെ ഭർത്താവ്. അങ്ങനെ നിങ്ങളിൽ അനുരാഗം മൂത്ത് നിങ്ങളെ കല്യാണം കഴിച്ചു. അതല്ലേ സത്യം? അല്ല. പിന്നെ സാർ പറഞ്ഞു പ്രേമ വിവാഹമായിരുന്നു എന്ന്. ഒരിക്കൽ പോലും ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, പ്രേമിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ പ്രേമ വിവാഹമാകും? പരസ്പരം കണ്ടിഷ്ടപ്പെട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഇരുവരുടെയും മനസ്സിൽ ലഹരിയായി പൂത്തൊലഞ്ഞ് പുഷ്പിണിയായി സുഗന്ധം പരത്തുമ്പോൾ അത് പ്രണയമാകും. എന്റെ വിവാഹ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല സാർ. കാര്യങ്ങൾ അതിന് കിടക്കുന്നു. ചോദ്യത്തിന് മാത്രം ഉത്തരം. മനസ്സിലായോ? ഇവിടെ ഇരിക്കെ. ചോദിച്ച ചോദ്യങ്ങൾക്ക് മാത്രമേ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. പ്രേമത്തിന്റെ ആഴമറിയാൻ പ്രേമിച്ച് അനുഭവിക്കണമെന്നില്ല സാർ. പ്രിയ ധാരാളം വായിക്കാറുണ്ടല്ലേ? ധാരാളമായിട്ടില്ല, അത്യാവശ്യം. പുസ്തക ശേഖരം തന്നെ വീട്ടിലുണ്ട്? ഇല്ല, ലൈബ്രറികളിൽ നിന്നും പിന്നെ അയൽവാസിയായ പ്രകാശായിട്ട് കൊണ്ടുതരും. ഈ കൂടുതലും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ, നോവൽ, കഥകൾ, കവിതകൾ, ഡിറ്റക്റ്റീവ് നോവൽ, ഇതിലേതെങ്കിലും? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം വായിക്കാറുണ്ട്. ശരി, പ്രിയയ്ക്ക് തൽക്കാലം പോകാം. പിന്നെ നകുൽ വീട്ടിൽ വന്നാലോ ഫോൺ ചെയ്താലോ ആ വിവരം ഞങ്ങൾ അറിയിക്കാം സാർ. ശരി, വയ്ക്കണം. പ്രിയ, 1 സെക്കൻഡ്. ഒന്നുമില്ല, വയ്ക്കുള്ളൂ. സാർ, ക്യാമറയിൽ ഒടി നൽകാമെന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി പുറത്തു നിൽക്കുന്നു. സാർ വിളിക്കട്ടെ? ആരാ നിങ്ങൾ? എന്താ പേര്? ഞാൻ അയ്യപ്പനാടൊപ്പം വന്നതാ. എന്റെ പേര് സുകുമാരൻ. അയ്യപ്പനാരുടെ ആരാ? നാളത്തെ കൃഷിക്കാരൊക്കെ നോക്കി നടത്തുന്ന ആളാ. ആയിരിക്കും. സുകുമാരൻ. ഈ അയ്യപ്പൻ നായർക്ക് ഒരു മകനുണ്ടല്ലോ, ഒരു നകുൽ. അവനെവിടെ? എനിക്കറിയില്ല സാർ. അത് കൊള്ളാം. അയ്യപ്പനാരുടെ വിശ്വസ്തനായ പണിക്കാരനാ സുകുമാരൻ. സുകുമാരൻ എല്ലാം അറിയാം. പറ സുകുമാര. കൊച്ചിനെ എവിടെയെങ്കിലും കരകടപ്പുണ്ടാവും. പലപ്പോഴും വീണ്ടും പുറത്തു പോകാറുള്ള വരും സാർ. എന്ന് മുതലാണ് അവനെ കാണാതായെന്നറിയാം? കുറെ നാളായി. നല്ല ഭയം തോന്നുന്നുണ്ടല്ലേ? ഉണ്ട് സാർ, ഭയമുണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും സുഖമില്ലാത്തതിന്റെ ഭാര്യ. അവര് ശത്രുക്കളായി ആരെങ്കിലും ഉണ്ടായിരുന്നു? അറിയില്ല. സുകുമാരൻ, ഞങ്ങൾക്കൊരു കാര്യമായി. അതിന് വ്യക്തമായ ഒരു ഉത്തരം തരാൻ സുകുമാരന് മാത്രമേ കഴിയൂ. സുകുമാരന് മാത്രം. അറിയാന്നുള്ള പറയാം സാർ. പറയണം. ശരി, തൽക്കാലം സുകുമാരന് പോകാം. പിന്നെ എപ്പോ വിളിച്ചാലും വരണം. വയ്ക്കുള്ളൂ. രാധേഷ് സാർ. വിനോദേ സാർ, ഇയാളെ, അതായത് ഈ സുകുമാരനെ ചോദ്യം ചെയ്യുന്നൊന്നും എന്തെങ്കിലും? സാർ, എന്തോ ഇവിടെ പുകയുന്നുണ്ട്, ഉറപ്പാ. സാർ, സംശയങ്ങളും ദുരൂഹതകളും ബാക്കി നിൽക്കുമ്പോഴാണ് ഈ കേസ് അന്വേഷണത്തിലേക്ക് ഒരു ത്രില്ലുണ്ടാകുന്നത്. ആ കുട്ടിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ഒന്ന് വ്യക്തമാണ്, എവിടെയോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എല്ലാം റെക്കോർഡാക്കിയിട്ടുണ്ടല്ലോ. സാർ, ഇനി അങ്ങോട്ട് നമുക്ക് തൽക്കാലം ഈ കേസ് പെൻഡിങ്ങിൽ വയ്ക്കാം.
ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾ ചർച്ചാ വിഷയമാക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് അറിയാൻ കഴിയും. ഇനിയിപ്പോ അവരുടെ പിന്നാലെ പോകേണ്ടി വരും സർ. അക്കാര്യത്തിൽ നിയന്ത്രണം വേണം സർ. കേസിന്റെ ശരിയായ അന്വേഷണത്തെ സാരമായെങ്കിലും ബാധിക്കും. നമുക്ക് അയാളെ ഒന്നുകൂടെ ചോദ്യം ചെയ്യേണ്ടതാണ്. ആരെയാണ് സർ? അയ്യപ്പൻ നായർ അടുത്ത മാസം 5-ാം തീയതി SP ഓഫീസിലേക്ക് വിളിപ്പിക്കണം. സർ ശരി സർ. ഇത് എന്ത് ഇരിപ്പണമായി? ഇതിനായിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് തന്നെ. അമ്മായി എണീറ്റ് വരും, ഊണ് കഴിക്കാം. പോലീസുകാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു മടുത്തു. എന്റെ മോൻ ജീവനോട് ഇരിപ്പുണ്ടോ എന്തോ. പാർവതിയെ, നമ്മുടെ പൊന്നു മക്കളെ ലാളിച്ച് കൊതി തീർന്നിട്ടില്ല. നീ എന്തൊക്കെയാണ് ഈ പറയണേ? പിന്നെ ഞാൻ എന്താ പറയണ്ടേ? നമ്മുടെ ബന്ധുക്കളെ വീട്ടിലൊക്കെ ഞാൻ വിളിച്ചു, അവിടെ ഒന്നും അവൻ ചെന്നിട്ടില്ല. ഇനി അവിടെ പോയി അന്വേഷിക്കാനാ. നീ സമാധാനമായിരിക്ക്, നമുക്ക് അന്വേഷിക്കാം. ഞാനൊന്ന് തീരുമാനിച്ചു. ഞാനൊരു യാത്ര പോവുകയാണ്. നമ്മുടെ മകൻ നകുൽ പോയ പാതയിലൂടെ ഒരു സഞ്ചാരം. എനിക്കാകെ പേടിയാകുന്നു. നിങ്ങൾ എല്ലാവരും കൂടി എന്നെയായി ഭയപ്പെടുത്തുന്നു. ഞാൻ ജഗേട്ടനെ വിളിക്കാം. നമുക്കൊരു ധൈര്യത്തിന് ജഗേട്ടൻ ഇവിടെ ഉണ്ടാകണം. കേട്ട മോളെ, അവൻ അവിടെ തന്നെ നിന്നോട്ടെ. അമ്മാവൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ ആ പറമ്പിലെങ്ങാനും ചെന്ന് പണിക്കാരോടൊപ്പം കൂടുമ്പോ മനസ്സിന്റെ പ്രയാസങ്ങളെല്ലാം മാറും. ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. ആവത് കിടന്ന കാലത്ത് ഇടവും വലവുമായി നിൽക്കാൻ 2 ആമക്കളുണ്ടല്ലോ എന്ന് ഞാൻ അഹങ്കരിച്ചു. കൈ വളരുന്നതും കാൽ വളരുന്നതും കൺകുറുക്കെ നോക്കിക്കണ്ടു. വിദേശത്തിരുന്ന് ഉണ്ണാതെ ഉറങ്ങാതെയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല, എന്റെ മക്കൾക്ക് വേണ്ടി തന്നെ ആയിരുന്നു. അടുത്തനുഭവിച്ച സുഖം അകന്നു പോയപ്പോഴുണ്ടാക്കിയ വേദന ഉള്ളിൽ തീയായി ആളി കത്തുന്നു. ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നാട്ടിലൂടെ സംസാരിച്ച് തന്നെ നകുലിനെ കാണാനില്ല. ഇപ്പൊ ചുമരുകളിൽ പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ട്. ആര്? അറിയില്ല. പോലീസുകാർ എന്തൊക്കെ ബാബാ ചോദിച്ചത്? നീ അങ്ങോട്ട് പോയി ചോദിക്കും. എന്താ അവൻ അറിഞ്ഞത് കരുതി? എന്താ മോനെ, ഞങ്ങളെ 3 പേരെ ശരിക്കും ചോദ്യം ചെയ്തു. ഞങ്ങൾക്ക് അത് ഭയമാ. പോലീസുകാരല്ലേ മാമി, അവർ ചോദിക്കും. അല്ല, എന്റെ സംശയം ഇങ്ങനെ ഒരു പരാതി ആര് കൊടുത്തതാണ്? പരാതിയിൽ മേലുള്ള അന്വേഷണമായിരിക്കുമല്ലോ. പ്രകാശ, ഞാൻ നേരത്തെ പറഞ്ഞു, നിന്റെ സംശയങ്ങൾക്ക് മറുപടി തരാൻ ഞങ്ങൾക്കാവില്ല. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ SP ഓഫീസോട് ചെല്ല്, അത് വളരെ കൃത്യമായി പറയരും. ചെല്ല്. പ്രകാശേട്ടാ, ജഗേട്ടൻ വിളിച്ചിരുന്നോ? വിളിച്ചു, ഞാൻ അറിഞ്ഞതൊക്കെ പറഞ്ഞു. നീ എന്താ ഇതൊക്കെ വിളിച്ച് അവരോട് പറഞ്ഞത്? അറിഞ്ഞൂന്ന് വെച്ചെന്താ, എപ്പോഴായാലും അറിയേണ്ടതല്ലേ? ഇങ്ങോട്ട് വരാൻ കൂടെ പറയാത്തത് എന്താ? ചിലപ്പോൾ വരും, നാളെ മറ്റന്നാളോ എത്തും. പ്രകാശ, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. ഞങ്ങളുടെ സ്വകാര്യതയിൽ നീ ഒരു ശല്യമാകരുത്. അയ്യപ്പന്മാർക്ക് പല മുഖങ്ങളുമുണ്ട്. എല്ലാം സാധിച്ച് ജീവിക്കുക, മനസ്സിലായോ? ഈ മാവിന് എന്നെ കാണുമ്പോൾ വല്ലാത്തൊരു ദേഷ്യം. എന്ത് പറ്റി? ഞാനും ആലോചിക്കുന്നത് എന്ത് പറ്റി അമ്മാവിന്? അതൊന്നും കാര്യമാക്കണ്ട മോനെ. നകുല് പോയപ്പോ നിന്നോട് വല്ലതും പറഞ്ഞിട്ടാണോ പോയത്? ഇല്ല, അവൻ വരും. നമ്മളെ പറ്റിക്കാൻ എവിടെയോ മാറി നിൽക്കുന്നു. എന്ത് പറ്റിക്കാൻ? അവൻ അത്രക്കാരനൊന്നും അല്ല. ഇനി ഇവിടെ പോലീസുകാർ വരികയാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണേ പോയി. അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ ഇനി വായി തോന്നുന്ന എന്തെങ്കിലും പറഞ്ഞ കേസ് പിന്നെ ആ വഴിക്ക് പോകണം. നീ നിന്റെ പാട് നോക്ക് പ്രകാശ. അവന്റെ മുറി ഒന്ന് പരിശോധിക്കാറുണ്ടോ? ചിലപ്പോൾ എന്തെങ്കിലും ഒരു തുമ്പുണ്ടായിരിക്കില്ല. അവന്റെ മുറിയിൽ ആരും കയറുന്നത് പോലീസ് പ്രത്യേകം വന്നിരിക്കുക. മുറി സീൽ ചെയ്തിരിക്കുക. അല്ലെങ്കിൽ നകുലിന്റേതായിട്ട് എന്താ മുറിയിലുള്ളത്? 5 ടീഷർട്ടും കുറെ പാൻസും അതൊക്കെ പോലീസ് പരിശോധിച്ചു. അവന്റെ മുറിയിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നല്ലോ, അതവൻ കൂടെ കൊണ്ടുപോയോ അതോ ആ മുറിയിൽ തന്നെ ഉണ്ടോ?
കാക്കയുടെയോ പ്രാവിന്റെയോ കുയിലിന്റെയോ പടങ്ങളായിരിക്കും. പക്ഷിപ്രിയനല്ലേ? ഇനി എന്നാ പോലീസുകാർ ചെല്ലാൻ പറഞ്ഞത്? 5-ാം തീയതി. ഏതായാലും ഞാൻ ഇവിടെ വരും. എനിക്കറിയാവുന്നത് ഞാൻ അങ്ങ് പറയും. പ്രകാശന് എന്താ അറിയാവുന്നത്? പറ, എന്തറിയാവുന്ന? നമ്മുടെ സ്വഭാവത്തെ കുറിച്ചോ മറ്റെന്തെങ്കിലും ചോദിച്ചാൽ എനിക്കറിയാവുന്നത് ഞാനങ്ങ് പറയും. ഇപ്പൊ ഞങ്ങൾക്കോ മനസമാധാനം ഉറങ്ങാൻ കഴിയുന്നില്ല. നീ ഉറക്കം കിടത്താതെ പോ പ്രകാശ. പ്രിയ, നമ്മളെ കാണാത്ത പ്രിയക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? എന്ത് സംശയം? അവൻ ആരോടെങ്കിലും ദേഷ്യപ്പെടുന്നതോ ആർക്കെങ്കിലും അവനോട് ശത്രുതയുള്ളതായോ ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ എന്തിനു സംശയിക്കണം? എന്നാൽ എനിക്ക് സംശയമില്ല. അവൻ എന്നോട് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രിയയെ കുറിച്ച്. എന്നെ കുറിച്ചോ? എന്താ പ്രകാശേട്ട പറഞ്ഞിരിക്കുന്നത്? ചേട്ടത്തിയോട് ഒരുപാട് ഇഷ്ടമാണ്. ചില നേരങ്ങളിൽ ചേട്ടത്തിയുടെ സാമീപ്യം, പെരുമാറ്റം എന്തോ ഒരു അനുഭൂതി തോന്നുന്നു. എന്താ ഇയാൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? പ്രകാശേട്ടനൊന്നും നിന്നെ ധാരാളം വായിക്കുന്ന ആളാണല്ലോ. വൃത്തികെട്ടതും വിവരമില്ലാത്തതും ചിന്തിച്ച് ഇത്രയ്ക്ക് സംസ്കാരശൂന്യനാകരുത്. അവനെ കാണാതായപ്പോൾ അവനിൽ വിരോധമുണ്ടാക്കി എന്നെ വൈരാഗ്യത്തിന്റെ കയത്തിലേക്ക് തള്ളിയിടരുത് പ്ലീസ്. നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ ചിലരുടെ മനസ്സിലിരിപ്പ്. അല്ല, എന്റെ സംശയം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കി ചേട്ടത്തിയെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട് അവൻ എങ്ങോട്ടെങ്കിലും പോയിരിക്കുമെന്നാണ്. അങ്ങനത്തെ സംശയം ഒന്നും വേണ്ട പ്രകാശേട്ടാ. ഒരു നാട്ടിൻ പ്രദേശത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചവള ഞാൻ. വിദ്യാഭ്യാസത്തിലുപരി മാമൂലുകളും നാട്ടു നടപ്പും കൂടുതലായി എന്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചു. ഭർത്താവിനെ ഭർത്താവായും ഭർത്താവിന്റെ മാതാപിതാക്കളെ അമ്മാവനും അമ്മായിയായും കാണുന്നവളാ ഞാൻ. ഭർത്താവിന്റെ അനുജനെയും അങ്ങനെയേ കണ്ടിട്ടുള്ളൂ. എന്റെ ജീവിതം ലിവിങ് ടുഗദർ പോലെ പ്രത്യേക ഒരു പീരീഡിനായി ഞാൻ മാറ്റിവെച്ചിട്ടില്ല. മരണം വരെ ഇടത്തറവിളാകും വീട്ടിൽ ജീവിക്കാൻ വന്നവളാ ഞാൻ. ഒരു പെണ്ണ് ഒരു പുരുഷനോട് അല്പം ഇടപെട്ടു എന്ന് വെച്ച് അവളെ മോഹിക്കുന്നിടത്താണ് ഒരാണിനുണ്ടാകുന്ന ഏറ്റവും വലിയ തെറ്റ്. പെണ്ണിന് പെട്ടെന്നൊരു ചിന്ത മനസ്സിലേക്ക് ഇരച്ചു കയറില്ല. എന്നാൽ പുരുഷനോ അല്പനിമിഷത്തെ സ്വാതന്ത്ര്യം, ഇടപെടൽ അവനിൽ കാമാഗ്നി സ്ഫുരിക്കുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്റെ അമിതമായ സ്വാതന്ത്ര്യം പ്രകാശേട്ടന്റെ മനസ്സിൽ പല ദുർവിചാരങ്ങൾക്കും വഴിമരുന്നിട്ടിരിക്കുന്നു, സത്യമല്ലേ? എന്താ പ്രിയത്? ഒരു പെണ്ണായതുകൊണ്ട് എനിക്ക് തോന്നിയതാവാം. അങ്ങനെയല്ലെങ്കിൽ മാപ്പ്. എന്റെ ചോദ്യത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പ്രകാശേട്ടൻ മുമ്പത്തെ പോലെ ഇവിടെ വരണം. ഞങ്ങൾക്ക് ധൈര്യം തരാൻ വന്നേ മതിയാകും. ഇവിടുത്തെ ചോറും പഴങ്കും ചെയ്യുമാണ് ഈ ശരീരം. ഞാനും ജഗനും ഓടിക്കളിച്ചിടുന്ന മുറ്റമാണ് ഇവിടെ. ഇവിടെ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെയൊക്കെ വേദനയും ദുഃഖവും എന്റേതും കൂടിയാണ്. ഹലോ, ഞാൻ പിന്നെ വിളിക്കാം. മാമിയോട് പറഞ്ഞേക്ക് ഞാൻ പോയെന്ന്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം. ഞാൻ വീട്ടിലുണ്ടാവും. ഇങ്ങോട്ട് നോക്കി. ഈ ക്യാമറയിൽ എന്താണെന്ന് അറിയാമോ? ഇത് നിറയെ പക്ഷിക്കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങളാണ്. ഇതുവരെ കണ്ടെത്താത്ത 3 ഇനങ്ങൾ കൂടി ഞാൻ കണ്ടെത്തി. അതെ, അങ്ങ് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഉള്ളതാകാനാണ് സാധ്യത. ആകാശം മുട്ട ഉയർന്ന മലനിരകളുടെ ദൃശ്യം എന്ത് രസമാണ്! എന്റെ പക്ഷിക്കുഞ്ഞുങ്ങളുടെ നടുവിലൂടെ ഏട്ടത്തിയമ്മ നടന്ന് നീങ്ങുന്നു. എങ്ങനെയുണ്ട്? ഇന്ന് എനിക്ക് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. എന്നിട്ട് വേണം ഒരു കവിത എഴുതാൻ. ഈ പ്രപഞ്ചത്തെ കുറിച്ച്, പ്രകൃതിയെ കുറിച്ച്, പുഴകളെയും കാട്ടരുവികളെയും കുറിച്ച് ഞാൻ ചൊല്ലുമ്പോൾ ദേവപ്രിയയുടെ നൃത്തം എനിക്കൊന്ന് കാണണം. ഇതിലെല്ലാം ഞാനങ്ങ് പകർത്ത്. അയ്യോ, അല്ല,
ആഹാരം കഴിച്ച് കിടക്കുന്നില്ലേ? അയ്യപ്പേട്ട, അല്ല നീ എന്താ പറഞ്ഞേ? ആഹാരം കഴിച്ച് കിടക്കുന്നില്ലേ? എനിക്ക് നല്ല വിശപ്പില്ല. നീ പോയി കൊടുക്കും. എനിക്ക് ഉറക്കം വരുന്നില്ല. നാളെയല്ലേ പോലീസുകാർ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. പോകണം, മറക്കരുത്. പോകും. പോലീസുകാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം വ്യക്തമല്ലെങ്കിൽ അവരെന്നെ ഉപദ്രവിക്കും. അവരുടെ കാല് പിടിച്ചു പറയും, നിന്നെയും പ്രിയമോളെ ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കരുതേ എന്ന്. അതെ, ഇന്ന് എനിക്ക് അല്പം ക്ഷീണം തോന്നി. പുറമെ പോയപ്പോ പണിക്കാടൊപ്പം ഞാനും ഒന്ന് കൂടി കുറച്ചു സമയം മൺവെട്ടിയൊക്കെ എടുത്തൊന്ന് കിളച്ചു. നമ്മൾ അധ്വാനിക്കും തോറും ഭൂമി നല്ല വിളവ് തരും. മണ്ണിനെ സ്നേഹിക്കുമ്പടി ജന്മം കൊടുത്ത മക്കളെക്കാൾ സ്നേഹിക്കണം മണ്ണിനെ. നീ പോയി കിടന്നു, ഞാൻ പിന്നെ വരാം. പൊയ്ക്കോ. അല്ല, ഒന്ന് നിന്നേ. ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ നീ അതിന് മറുപടി പറയൂ. കൊള്ളാം. 37 വർഷം കഴിഞ്ഞു ഇവിടെ കയറി കൂടിയിട്ട്. ഇതുവരെ ഇല്ലാത്ത ചോദ്യങ്ങളായിപ്പോ. ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല, ചോദിച്ചോളൂ. ഒരു കുടുംബത്തിൽ 10 മക്കളുണ്ടെന്ന് വിചാരിക്കുക. ഈ 10 മക്കളിൽ ആരെയായിരിക്കും അച്ഛനമ്മമാർ ഏറെ ഇഷ്ടപ്പെടുന്നത്, അതായത് കൂടുതൽ സ്നേഹിക്കുന്നത്? 10 മക്കളെയും ഒരമ്മ പ്രസവിച്ചതാണ്. ഒരു പെറ്റമ്മയ്ക്ക് മക്കളെ വേർതിരിച്ച് കാണാൻ കഴിയില്ല. ഇനി ഒരു പക്ഷെ അച്ഛനത് കഴിയുമോ എന്ന്. അച്ഛനൊരിക്കലും കഴിയില്ല, പക്ഷെ അമ്മയ്ക്ക് കഴിയും. തള്ളിപ്പറയാനും കൂടുതൽ സ്നേഹിക്കാനും. നിങ്ങൾ എന്തായി പറയുന്നേ? ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടാണ് വമ്പൻ കിടക്കാൻ. നിക്ക്, ചോദ്യങ്ങൾ തീർന്നില്ല. ഒരു കുടുംബത്തിൽ 10 മക്കൾ അല്ലെങ്കിൽ അതിന് താഴെ അംഗസംഖ്യയുള്ള കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്നത് ആരെയായിരിക്കും? ഇമാതിരിയുള്ള കുരുട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ചുറ്റുമുള്ള അനുഭവങ്ങളിൽ നിന്നും നമുക്കത് ഉത്തരം കിട്ടും. ഒരു കുടുംബത്തിൽ പാടുപെട്ട് പണിയെടുത്ത് സഹോദരങ്ങളെല്ലാം ഓരോ നിലയിലെത്തിച്ച് അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കപ്പെടുന്നവൻ ആ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടവനാണ്. അവനെ അവൻ ഒറ്റപ്പെടുത്തും. അവൻ കണ്ണീരോടെ കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരും. അതെ, പ്രകൃതി നിയമമൊന്നുമല്ല, അതങ്ങനെയാ. സ്വന്തം അനുഭവം ഓർത്തുപോയതാണ്. ഓർമ്മിച്ചു പോയി. ഓർക്കണമല്ലോ. അല്ല, അതുകൊട്ടെ ഞാനത് ചോദിച്ചോട്ടെ. നമ്മുടെ 2 മക്കൾ ജഗനും നബിലും, ഇവരെ ആരെയാ നിനക്ക് കൂടുതൽ ഇഷ്ടം? എന്താ ഇപ്പൊ നിനക്ക് പറ്റിയേ? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അവിടുന്ന് പറ്റുമോ വേർതിരിച്ച് കാണാൻ? പറ്റും, എനിക്ക് പറ്റും. ഞാൻ പറയട്ടെ, എന്റെ 2 മക്കളെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. രണ്ടും നമ്മുടെ പൊന്നു മക്കളാണ്. ഒരിക്കലും അവിടുത്തെ വേർതിരിച്ച് കാണരുത്. അതിനുള്ള ഉത്തരവുണ്ടെങ്കിൽ നമ്മുടെ മരണത്തോടൊപ്പം മണ്ണിനോട് അലിഞ്ഞില്ലാതാവട്ടെ. പോലീസ് നാട്ടിലെ മുഴുവൻ പേരെയും ചോദ്യം ചെയ്തു. കാണാതായ നകുലിനെ കുറിച്ച് അറിഞ്ഞതൊക്കെ പോലീസ് ശേഖരിച്ചു. അന്വേഷണം തുറന്നുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടും അയ്യപ്പൻ നായരുടെ കുടുംബം ശ്മശാനമൂകമായ അന്തരീക്ഷത്തിൽ തന്നെ. നാളെ 5-ാം തീയതിയാണ് അയ്യപ്പൻ നായരെ പോലീസുകാർ വിളിച്ചിട്ടുള്ള ദിവസം. ഇന്ന് ജൂലൈ 4, ഞായറാഴ്ച. നല്ല മഴയുള്ള ഒരു ദിവസം അവസാനിക്കുന്നു. നേരം പുലർന്നപ്പോൾ ചേച്ചി, പാലൊഴിച്ചിട്ടുണ്ടേ. അവിടെ വെച്ചോളൂ.
പോലീസുകാർ ചെല്ലാൻ പറഞ്ഞ ദിവസമല്ലേ? ഈ വിവരം പോലീസിനെ അറിയിച്ചു. മക്കളെയോ? ഇല്ല, അറിയിക്കണം. ഇയാൾക്ക് ഇതെന്തിന്റെ കേടോ എന്തോ. മക്കളിൽ മൂത്തവൻ ഗൾഫിൽ, ഇളയവനെ കാണാനുമില്ല. അങ്ങനെയൊക്കെ പറയണേ. പോലീസ് അന്വേഷണം നടക്കുന്നു. എന്താ എന്താ എല്ലാരും? അമ്മായി, അമ്മാവൻ, അമ്മാവൻ മാമി, നമ്മുടെ മാമൻ വളച്ചു കെട്ടില്ല കാര്യപരപ്രകാശ. പാർവതിയെ നമ്മുടെ അയ്യപ്പൻ നായർ പോയി പൂരത്തുണ്ട് കയറി ജീവൻ ഒതുക്കി. അത്ര തന്നെ. കൂടുവിട്ടകലുന്ന പഞ്ചവർണ്ണ കിളി കൂട്ടുകാരൻ മറുകൂടു തേടി യാത്രാമൊഴി പോലുമില്ലാതെ യാത്രാമൊഴി പോലുമില്ലാതെ യാത്രയായി കാലപാശം മാത്രം കൂട്ടിനായി. ആ ആദ്യമായി കണ്ടത് ഞാനാണ് സാർ. എപ്പോൾ? രാവിലെ 6:30 സാർ. ഹലോ മാഡം, ഗുഡ് മോർണിംഗ്. ഐ ആം സൂര്യനാരായണൻ. ഗുഡ് മോർണിംഗ് സൂര്യൻ, പറയൂ. മാഡം, ഞാനിപ്പോൾ നിൽക്കുന്നത് ആ മാൻ മിസ്സിംഗ് നടന്ന വീട്ടിലാണ്. ഒരു നകുൽ. യെസ് യെസ്, ടെൽ മീ. ഇന്ന് രാവിലെ 10 മണിക്ക് മാഡത്തിന്റെ ഓഫീസിൽ ഹാജരാകാൻ പറഞ്ഞിരുന്ന അയ്യപ്പൻ നായർ, അതായത് മിസ്സിംഗ് ആയ നകുലിന്റെ അച്ഛൻ, അയാൾ മരണപ്പെട്ടു. വാട്ട്? ദെൻ ഹൗ? തൂങ്ങി മരണമാണ് മാഡം. എത്രയും പെട്ടെന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിടുക. സൂര്യൻ, അവിടുന്ന് ആരെയും പുറത്തു വിടരുത്. എല്ലാവരെയും ചോദ്യം ചെയ്യണം. ഷുവർലി. ബട്ട് എനി ഡൗട്ട്? തീർത്തും പറയാറായിട്ടില്ല. മകന്റെ തിരോധാനം അന്വേഷണത്തിൽ ഇരിക്കുമ്പോൾ ഫാദർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. സൂര്യൻ, എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? മാഡം, ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം മിസ്സിംഗ് ആയവന്റെ അച്ഛൻ മരണപ്പെടുക എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല മാഡം. അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഈ കേസ് മറ്റൊരു വഴിത്തിരിവാകും. ഓക്കെ മാഡം, ഓക്കെ. അയ്യപ്പനാരുടെ ഭാര്യ അകത്തുണ്ട് സാർ. മൂത്ത മകനെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. എന്താ ഇളയ മകനെ അറിയിക്കില്ല? അത് നടക്കില്ല സാർ. അതെന്താ? ആള് ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയില്ല. ഇൻക്വസ്റ്റ് പൂർത്തിയായി. ബോഡി ആംബുലൻസിലേക്ക് കയറ്റാം. ആരാ കൂടെ പോകുന്നത്? PC വിനോദാണ് സാർ. സാർ, ഞാനും കൂടെ പോകേണ്ടതായിട്ടുണ്ട് സാർ. തൽക്കാലം നീ പോകണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാൾ വേണ്ടേ? ആ,
രാധാകൃഷ്ണൻ സർ. എന്തെങ്കിലും ഡൗട്ട്? സർ. ആ വേണ്ട. അയ്യപ്പനായിട്ട് ഭാര്യ ഒന്നും. സാർ അവരാ ടയേർഡാണ് സാർ. ഈ അവസ്ഥയിൽ ചോദ്യം ചോദിച്ചാൽ അത് ഇയാളാണോ തീരുമാനിക്കുന്നത്? രാധാകൃഷ്ണൻ, ഇയാൾ പറയുന്നതിലും കാര്യമുണ്ട്. എന്താ തന്റെ പേര്? പ്രകാശൻ. പ്രകാശൻ. പ്രകാശന്റെ വീട് എവിടെയാ? ദേ അപ്പുറത്താണ് സാർ, ആ പറമ്പിനടുത്ത്. ആ പറമ്പിനടുത്ത്. സർ, ഇവിടുത്തെ നടപടികളൊക്കെ പൂർത്തിയായി സർ. ആ എന്നാൽ ബോഡി ഹോസ്പിറ്റലിലേക്ക് സർ. സർ, ഒരുപാട് സംശയങ്ങൾക്ക് ദുരൂഹതമാക്കി വെച്ചാണ് അയ്യപ്പൻ നായർ ഈ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ആത്മഹത്യയാണിതെന്ന് തീർത്തും പറയാൻ കഴിയുമോ രാധാകൃഷ്ണൻ? സാർ ആത്മഹത്യ തന്നെയാണ് സാർ. അദ്ദേഹത്തിന് എതിരാളി ആരും തന്നെ ഇല്ല. അപ്പോൾ നിനക്കറിയാം അയ്യപ്പൻ നായർ ആത്മഹത്യ ചെയ്തുകൊണ്ടല്ലേ? സാർ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഞാനും കൂടെ ഹോസ്പിറ്റലിൽ പൊയ്ക്കോട്ടെ സാർ. നിന്നോടല്ലേ പറഞ്ഞത് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നിർത്താൻ നീ ഇവിടെ ഉണ്ടാകണമെന്ന്? ഈ നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം ബോഡിയോടൊപ്പം പോയിട്ടുണ്ട്. പോരാത്തതിന് പോലീസും. രാധാകൃഷ്ണൻ സർ. ഇവിടെ ഇപ്പൊ പോലീസിന്റെ ആവശ്യം ഇല്ല സർ, ബോഡി കൊണ്ടുപോയല്ലോ. ആ എടാ ഭാര്യ ഒന്ന് വിളിക്കും. വിളിക്കണോ? പോയി വിളിക്കണോ? ഏതായാലും സംഭവിച്ചു. മരിക്കാൻ എന്താണ് കാരണമെന്ന് ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ സമാധാന വാക്കുകൾക്ക് സ്ഥാനമില്ലാന്ന് പറഞ്ഞു. താലി കെട്ടിയ ഭർത്താവും പ്രസവിച്ച മകനും. ആ ശരി സർ, come on. പ്രകാശ്, അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സാർ ഈ മാനസികാവസ്ഥയിൽ എന്ത് പറയാനാണ് സാറേ? എല്ലാ കാര്യങ്ങളും ഇയാളും ഒറ്റയ്ക്ക് തീരുമാനിക്കരുത്, തളർന്നു പോകും. സർ, എന്റെ ഭർത്താവിന് പോലീസുകാരെ ഭയമായിരുന്നു. നിങ്ങളുടെ തിരിച്ചു മറിച്ചുമുള്ള ചോദ്യങ്ങൾ കേട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. മരണമെന്ന ചിന്ത മാത്രമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. മകനെ കാണാനില്ലാത്ത കാരണമായി മാത്രമേ ഈ മരണത്തെ കാണാൻ കഴിയൂ. അത് തന്നെ സാർ മരണത്തിന് കാരണം. എല്ലാം അറിയാമെന്ന് തോന്നുന്നു. പ്രകാശിന്റെ വീട് എവിടെയെന്നാ പറഞ്ഞ? അപ്പുറത്താണ് സാർ, ആ പറമ്പിനടുത്ത്. ആ പറമ്പിനടുത്ത്. ആ ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് പ്രകാശിന്റെ വീട്ടിലേക്ക്. എന്തിനാണ് സാർ? വെറുതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്നാണ് സാർ വരുന്നത്? അതിപ്പോ പറയാൻ പറ്റില്ല. ഡേറ്റ് ജോത്സ്യന്റെ കയ്യിലാ, കിട്ടുമ്പോ അറിയിക്കാം. രാധാകൃഷ്ണൻ സർ. അന്ന് നമ്മുടെ SI കരുണനെ കൂടെ കൂട്ടി. ആ കബഡിക്കരൻ. ആ സർ. അപ്പൊ ശരി, അങ്ങനെ ആട്ടെ. ഞങ്ങൾ ഒരു ദിവസം പ്രകാശനെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട്, പ്രകാശന്റെ വീട്ടിലേക്ക്. നിന്റെ കാര്യം നോക്കി ജീവിച്ചാ നിനക്ക് കൊള്ളാം. എന്റെ കാലം കഴിയുമ്പോഴാ നീ അനുഭവിക്കാൻ കിടക്കണത്. രാവിലെ തുടങ്ങിയിട്ടുണ്ട്, മര്യാദയ്ക്ക് ഇരുന്നോളണം. ഞാൻ ഈ പുല്ലെല്ലാടുത്ത് പറമ്പിലറിയും. നീ ഇത് എവിടുന്ന് വാങ്ങിയത്? ഇതിൽ അരിയില്ലല്ലോ, മൊത്തം കല്ലാണല്ലോ. കുറെ നേരമായി അരിവാറ്റാൻ തുടങ്ങിയിട്ട് വെള്ളം തിളച്ച് പറയുന്നത്. ഇങ്ങോട്ട് കൊണ്ടുവരണ, എനിക്ക് പോണം, സമയമായി പോയെന്ന്. സമയമായി പോയെന്ന് മമ്മൂട്ടിയുടെ സിനിമ കാണാനുള്ള വെപ്രാളം. ഈ നാട്ടുകാരി സാവിത്രിയമ്മയുടെ വീട് ഇതാണ്. ആ നാട്ടുകാരി സാവിത്രി നിന്റെ അപ്പൻ. എന്റെ അപ്പനെ വിളിക്കുന്നു. അയ്യോ എന്റെ വീട്ടിൽ പോലീസ്. കബഡി കബഡി കബഡി. കബഡിയാ? ഓ കബഡി കളിക്കാൻ കേട്ടോ പ്രായം. എന്റെ ദേഹത്ത് അവിടെ ഇവിടെ ഞാൻ കബഡി കളിച്ച് പിടിച്ച പീഡന കേസ് കുടുക്കി ഞാൻ അകത്താക്കും കേട്ടോ. കബഡി സാറേ. കബഡിയോ? ആരല്ല കബഡി? ഈ പേര് ഈ തള്ള എങ്ങനെ അറിഞ്ഞു? കണ്ടുപിടിച്ചോളാം. സാറെന്താ ഈ മുറുമുറുക്കണത്? അല്ല, ഇതെങ്ങനെ പോണ ജീവിതമൊക്കെ? എന്റെ സാറേ, എന്റെ ഭർത്താവ് മരിച്ചിട്ട് 10-18 വർഷമായി. എന്റെ പ്രകാശന്റെ അച്ഛനെ ഓ അതിന് ശേഷമുള്ള ജീവിതമൊക്കെ അങ്ങ് ആകെ പരുങ്ങലിലാണ് സാറേ. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ ജീവിക്കാനുള്ള വരുമാനം എവിടെന്നാ ചോദിച്ചത്? അതാ അത് പെൻഷൻ കിട്ടണേ, പിന്നെ മറ്റേ പണിയും. മറ്റേ പണിയാ?
ഏ സാറേ എന്താ ഈ ആലോചിക്കണത്? ഞാൻ മറ്റേ പണിയെന്ന് പറഞ്ഞതേ തൊഴിലുറപ്പ് പണി. അതായിരുന്നു ഞാൻ എന്തെല്ലാമോ ചിന്തിച്ചു പോയി. സാറിങ്ങനെ ഒത്തിരി ചിന്തിച്ചു കൂട്ടണ്ട. കൊണ്ട വീട്ടിലും എച്ചിൽ പാത്രം കഴുകി ഞാൻ എന്റെ ചെക്കനെ വളർത്തിയത്. അതാ ഈ പ്രകാശന് എന്താ ജോലി? ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കാൻ പോകും. ഇപ്പൊ വല്ലപ്പോഴും പോകും. പിന്നെ സിനിമ റിലീസായ മുട്ടം കാണാൻ പോകും. ഇതൊക്കെ തന്നെ ജോലി. ഈ പെൻഷനൊക്കെ സമയത്ത് കിട്ടണ മുടക്കമുണ്ട്, എന്തേലും ഒക്കെ കിട്ടും. അല്ല സാറല്ല ഇങ്ങനെ ഈ ചെക്കഞ്ഞ് ചോദിക്കണം, എന്തൊരു വല്ല ഉദ്ദേശം ഉണ്ടാ? അമ്മടാ സംബന്ധം കൂടാൻ പറ്റിയ സാധനം. ഞാൻ അതിനൊന്നല്ല വന്നത്. നിങ്ങളുടെ മോൻ പ്രകാശനില്ലേ, അവരോട് ചിലതൊക്കെ ചോദിച്ചറിയാൻ വന്നതാ. എന്തിനാണ് സാറേ? അപ്പുറത്തെ വീട്ടിൽ അയ്യപ്പൻ നായരില്ലേ, അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ ചോദിച്ചറിയാൻ. അയ്യോ എന്റെ പൊന്ന് സാറേ, അയാള് തൂങ്ങിയതാണ്. എന്റെ മോൻ ആരെയും കൊന്നിട്ടില്ല. എന്റെ മോൻ ഒരു പാവമാണ് സാറേ. അയ്യോ ഇതാര്? പ്രകാശനെ കാണാൻ വന്നതാ. പ്രകാശന്റെ കൂട്ടുകാരനാ? അതെ, പ്രകാശനല്ലേ? ഉണ്ട്, അടുക്കളയിലുണ്ട്. ഞാൻ വിളിക്കാം. മോൻ ഇരുന്നാട്ടെ. പ്രകാശ, നീ ഇങ്ങോട്ട് വന്നേതേ, നിന്റെ കൂട്ടുകാരൻ വന്നിരിക്കണ്. പ്രകാശന് എന്നെ മനസ്സിലായി. ഞാൻ മുമ്പൊരു ദിവസം പ്രകാശനോട് പറഞ്ഞിരുന്നു പ്രകാശനെ കാണാൻ പ്രകാശന്റെ വീട്ടിൽ വരുന്നു. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് സാർ. എന്താണ് സാർ പ്രത്യേകിച്ച്? ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രകാശനോട് ചോദിച്ചറിയാൻ വന്നതാണ്. തൽക്കാലം അമ്മയെ ഒന്നകത്തേക്ക് പറഞ്ഞു വിടണം. സാവിത്രി അമ്മ ഒന്ന് അകത്തേക്ക് പോണം. സാറേ പറയണ കൂട്ടത്ത് ഒരു കാര്യം കൂടി പറയണേ. എത്രയും വേഗം ഒരു കുടുംബമാകാൻ കൂടി. പിന്നെ എത്ര കാലമായിട്ട് വെച്ച് വിളമ്പി, ആര് പറഞ്ഞാലും കേൾക്കില്ല ഈ തെമ്മാടി. പ്രകാശൻ, അയ്യപ്പൻ നായരുടെ മരണം ആത്മഹത്യ തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നു. അതിൽ പോലീസിന് സംശയമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഇളയ മകൻ കഴിഞ്ഞ 6 മാസമായി കാണാനില്ല. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും അന്വേഷിച്ചിട്ടും യാതൊരു ഫലവുമില്ല. നിനക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാം? ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടോ സാർ? പക്ഷെ അപ്പോ തന്നെ തിരിച്ചു വരും. മരിച്ചവനെങ്ങനെ തിരിച്ചു വരും പ്രകാശ? മരിച്ചെന്നു പ്രകാശൻ വായിക്കാറുണ്ടല്ലേ? അതെ സാർ. ഈ അലമാരയിൽ കൂടുതലുമുള്ള പുസ്തകങ്ങൾ ഡിറ്റക്റ്റീവ് നോവലുകളാണ്. അതിനോടാണ് പ്രകാശന് കൂടുതലും താല്പര്യം അല്ലേ? സാർ, അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒരു ത്രില്ല് തോന്നും സാർ. എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം. ഒരാളെ കൊല്ലാനുള്ള ധൈര്യവും? കൊല്ലാനോ? സാർ എന്തായി പറയുന്നത്? പ്രകാശ, അക്ഷരം അഗ്നിയാണെന്നും വായന അറിവാണെന്നുമാണ് പറയാറ്. വായനയിലൂടെ നല്ല കാര്യങ്ങൾ സംസ്കരിച്ചാലല്ല പ്രകാശ ജീവിതത്തിൽ നേർവഴിക്ക് നടക്കാൻ കഴിയൂ. പ്രകാശ, ഇവിടെ ഏതൊരു ഡിറ്റക്റ്റീവ് നോവലിന്റെ ഒരു ഭാഗം പ്രകാശനൊന്ന് പരീക്ഷിച്ചു. ഒരു കൊലപാതകം നടത്തിയെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. സത്യമാണെങ്കിൽ പ്രകാശന് ധൈര്യമായി പറയാം. അതല്ല എങ്കിൽ അത് പറയും വരെ ദേ ഈ കരണനും മറ്റു പോലീസുകാരും നിന്റെ ഈ ശരീരത്തിൽ ഭരതനാട്യം കളിക്കും. പറയടാ. സാർ, എനിക്കിതുമായി യാതൊരു ബന്ധമല്ല സാർ. ദേഹോപദ്രവം അത് കഠിനമാകുമ്പോൾ നിങ്ങൾ ചിലരെ കൊണ്ട് സമ്മതിപ്പിക്കും. പക്ഷേ നിങ്ങൾ എത്ര ഉപദ്രവിച്ചാലും നിങ്ങൾക്ക് അത് കഴിയില്ല സാർ. അതിന് നിന്നെ ഞങ്ങൾ ഉപദ്രവിച്ച് തുടങ്ങിയില്ലല്ലോ മോനെ. പ്രകാശ, നിനക്കറിയാം, നീ പറയും, നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ. എന്റെ മോനൊരു പാവമാണ് സാറ്. കണ്ട വീട്ടിൽ എച്ചിൽ പാത്രം കഴുകിയ ഞാൻ എന്റെ ചെക്കനെ വളർത്തിയതും പഠിപ്പിച്ചതും. ഞാൻ ഈ വേണ്ടാതീനൊക്കെ പറയണുണ്ടെങ്കിലും ഇന്നേ വരെ ഞാനൊന്നും നുള്ളി നോവിച്ചിട്ട് പോലുമില്ല സാറേ. അമ്മയെ അപ്പുറത്തെ വീട്ടിലെ ഒരു പയ്യൻ കഴിഞ്ഞ കുറെ നാളുകളായി കാണാനില്ല. ഇവനോട് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, അത്രമാത്രം. ഉടനെ തിരിച്ചുവിടാം. ആ ചെക്കൻ ഇങ്ങനെ പോകാറാണ് സാറേ പതിവ്. അവൻ വരും സാറേ, വരും. വന്നാൽ ഇവനുള്ള അല്ലടാ. ശരി കരണൻ, പോ. സാറേ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങൾ പോലീസുകാര് കുറ്റം ചെയ്തവരെ ചോദ്യം ചെയ്യുമ്പോ എന്തെങ്കിലും കയ്യബദ്ധം പറ്റി എന്തെങ്കിലും സംഭവിച്ച നിങ്ങൾ പോലീസുകാരെ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിച്ച് രക്ഷപ്പെടും. വരുമെന്ന് കരുതി കാത്തിരിക്കുന്നവർക്ക് കിട്ടുന്നത് ജീവനില്ലാത്ത ശരീരത്തെയാണ്. എന്റെ മോനെ അങ്ങനെ ഒന്നും ഉപദ്രവിക്കരുത് എന്റെ പൊന്നു സാറന്മാരെ. എന്റെ ചിതയ്ക്ക് തീ കൊളുത്താനാണ് അവൻ വേണ്ടത്. അവന്റെ ചിതയ്ക്ക് തീ കൊളുത്താൻ എന്നെ വിളിക്കല്ലേ എന്റെ പൊന്നു സാറന്മാരെ.
അക്ഷരങ്ങൾ സത്യമാണ്, ചരിത്രമാണ്. ഏത് ബന്ധനത്തെയും മറത്തു മാറ്റാനുള്ള ശക്തിയുണ്ട് അക്ഷരങ്ങൾക്ക്. അമ്മ ഈ പുസ്തക കൂമ്പാരങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കണം, ഈ മകനെ കാത്തുകൊള്ളണമേ എന്ന്. പോലീസിന് ഇതുപോലെയുള്ള പല മുഹൂർത്തങ്ങൾക്കും സാക്ഷ്യമായിട്ടുണ്ട്. അമ്മയുടെയും അച്ഛൻ്റെയും മുന്നിൽ വെച്ച് മകനെ കൊണ്ടുപോകുന്നതും ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് ഭർത്താവിനെ കൊണ്ടുപോകുന്നതും ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഞങ്ങളുടെ ഹൃദയം വേദനിക്കുമെങ്കിലും പിന്തിരിഞ്ഞു പോകാൻ പറ്റില്ലല്ലോ അമ്മേ, ഡ്യൂട്ടിയല്ലേ. മക്കളെ നേർവഴിക്ക് നയിക്കുന്നവളാണ് അമ്മ. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ദിവ്യരൂപമാണ് അമ്മ. കളങ്കമില്ലാത്ത മനസ്സിൻ്റെ ഉടമ, ഏറ്റവും കൂടുതൽ അർത്ഥങ്ങളുടെയും നിർവചനങ്ങളുടെയും ഉടമയാണമ്മ. ഇവനെ ചോദ്യം ചെയ്യുമ്പോൾ ഇവനിലെ നിരപരാധിത്വം ഞങ്ങൾക്ക് ബോധ്യമാകാൻ അമ്മ സകല ദൈവങ്ങളോടും പ്രാർത്ഥിക്കണം. കാരണം ഇവനെ പൊക്ക് കൂട്ടത്തിൽ ഈ ഡയറിയും പ്രകാശ, ആ ചെറുപ്പക്കാരൻ എന്ത് പറ്റിയെന്ന് നിനക്ക് മാത്രമേ അറിയാവൂ. നിനക്ക് പറഞ്ഞാൽ നിനക്ക് ജീവനോടെ ഇവിടുന്ന് പോ. എന്ത് പറ്റിയെന്ന് പറയടാ. വേണ്ട, അവൻ പറയട്ടെ, അത് കഴിഞ്ഞു മതി അവന് വെള്ളം. സാറേ, അവനെ ഒരുപാട് ഉപദ്രവിച്ചതാ. ഇനിയും ഇങ്ങനെ തല്ലിയാലേ അബദ്ധത്തിലെങ്ങാനും ഈ പാവം ചത്തുപോയാ നമ്മുടെയൊക്കെ പണി പോകും. ഓ, അറിയില്ല സാർ, പറഞ്ഞതിന് നന്ദിയുണ്ട് സാർ, ഇനി ചെയ്യില്ല സാർ. സാർ ഒന്നും പറയുന്നില്ല സാർ, വെറുതെ ഉപദ്രവിക്കാവുന്നേ ഉള്ളൂ. പ്രകാശ, ഇനി ഒരു ഒളിച്ചോട്ടം വേണ്ട. എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് കിട്ടി. ഈ ഡയറി നിന്റേതാണല്ലോ. അതെ സാർ. നീ ഡയറി എഴുതാറുണ്ടല്ലേ? എഴുതാറുണ്ട് സാർ. ഇന്നു മുതൽ നകുലിനെ കാണാനില്ല. ഇത് നീ എഴുതിയതാണ്. അതായത് ജനുവരി 27-ാം തീയതി മുതൽ നകുലിനെ കാണാനില്ല എന്ന് നീ നിന്റെ ഡയറിയിൽ എഴുതി. പ്രകാശ, നിനക്കെല്ലാം അറിയാം. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. സത്യം പറഞ്ഞേ മതി പ്രകാശ. സാർ, അല്ലെങ്കിൽ നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. പറയടാ. ജനുവരി 27-ാം തീയതി പോയത് ശരിയല്ല സാർ, പക്ഷേ അന്നേ ദിവസം തന്നെ തിരിച്ചെത്തി. പിന്നീട് അവനെ കണ്ടിട്ടേ ഇല്ല സാർ. സാറേ, ഇവരെ തലകീഴായി കെട്ടിത്തൂക്കി ഉള്ളം കാലിൽ മറ്റേ പണി നടത്തിയ ഇവ തത്ത പറയുന്നോ മറുപടി. പ്രകാശ, നിനക്ക് നിന്റെ അമ്മയെ കാണണ്ടേ? ആ അമ്മ നിറ കണ്ണുകളോടെയാണ് നിന്നെ ഞങ്ങളോടൊപ്പം വിട്ടത്. അതുകൊണ്ട് സത്യം പറ പ്രകാശ. സാർ, അല്പം വെള്ളം വേണം സാർ. വിനോദേ, സാർ ഇയാൾക്കപ്പം വെള്ളം കൊടുക്കും. പ്രകാശ, നീ എത്രയും പെട്ടെന്ന് സത്യം പറഞ്ഞിട്ട് നിന്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലും. അല്ലെങ്കിൽ ഒരായുസ് മുഴുവൻ നീ പിച്ചും പേയും പറഞ്ഞ് തെരുവിലൂടെ നടക്കും. അതിനുള്ള മർമ്മവിദ്യകളെ കൊണ്ട് പ്രകാശ എന്റെ കയ്യിൽ. നീ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. കരുണൻ, ഉറങ്ങിക്കിടക്കുന്ന നകുലിനെ നിനക്ക് വിളിച്ചു നിർത്താൻ കഴിയും. നീ അവനെ എവിടെ ഒളിപ്പിച്ചു? അല്ലെങ്കിൽ എവിടെ നീ കൊന്ന് കുഴിച്ചു മൂടി? പറയണം. സാർ, എനിക്ക് എന്റെ അമ്മയെ കാണുന്നു സാർ. അമ്മ വീട്ടിൽ തനിച്ചാണ് സാർ. പറയാം സാർ, എല്ലാം പറയാം. ഹലോ, സുനിൽ പുന്നക്കാട് കേൾക്കാമോ? ഹലോ.
കേൾക്കാമെങ്കില പറഞ്ഞോളൂ. അവിടുത്തെ സ്ഥിതി ഇപ്പോൾ എങ്ങനെ? ഇവിടെ മാധ്യമപ്രവർത്തകരെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല. പോലീസ് രഹസ്യമായി അന്വേഷിക്കുന്ന ഈ കേസിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് പോലീസ് ഭയന്നത് കൊണ്ടായിരിക്കാം ആരെയും കടത്തിവിടാത്തത്. അവിടെ ഇപ്പോൾ ആരൊക്കെ ഉണ്ടാകില്ല? ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട തഹസീൽദാർ എത്തിയിട്ടുണ്ട്, പോലീസ് സർജൻ ബഹുമാനപ്പെട്ട പോലീസ് മേധാവി ദിവ്യ മാഡം ഉണ്ട്, അതുപോലെ തന്നെ ഡിവൈഎസ്പി സൂര്യനാരായണൻ, മറ്റു പോലീസുകാരുമുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം സുനിൽ. ഇപ്പോൾ പറമ്പിലുള്ള സെപ്റ്റി ടാങ്കിന്റെ മേൽമൂടി നീക്കം ചെയ്യാനായി ശ്രമിക്കുന്നു. ഈ പരിസരം വളരെ ദുർഗന്ധമുണ്ട്. ആ പരിസരത്ത് ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ടോ അഖില? അതെ, തീർച്ചയായും അഖിൽ. പോലീസ് അവരെ നിയന്ത്രിക്കുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ വിശേഷങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കാം. അഖില, അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാൻ കഴിയുമോ? പോലീസ് കർശനമായും വിലക്കിയിരിക്കുകയാണ്. മീഡിയാസിന്റെ പൂർണ്ണ സഹകരണം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അമ്മ വേഴാമ്പലും കുഞ്ഞിക്കിളികളും അച്ഛൻ വരുന്നതും കാത്തിരുന്നു. അമ്മ വേഴാമ്പലും കുഞ്ഞിക്കിളികളും അച്ഛൻ വരുന്നതും കാത്തിരുന്നു. വിരഹത്തിൻ കടലാഴച്ചുഴിയിൽ വീണച്ചൻ മരതകം തേടിയലഞ്ഞു. ജീവിത മരതകം തേടിയലഞ്ഞു. പ്രകാശന്റെ ചടുലമായ പെരുമാറ്റം, എന്തിനും ഏതിനുമുള്ള ഇടിച്ചു കയറിയുള്ള മറുപടി, ഡയറിയിൽ നിന്നും കിട്ടിയ തെളിവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വഴിയൊരുക്കിയത്. കൂടാതെ പക്ഷിസ്നേഹിയും പ്രകൃതി സ്നേഹിയുമായ നകുലിൻ്റെ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഈ അന്വേഷണത്തിന് വളരെയേറെ സഹായമായി. അന്നൊരു ദിവസം നകുലിൻ്റെ മാതാപിതാക്കളുടെ വിവാഹ വാർഷികാഘോഷം. കൂട്ടുകാരനെത്തി. വാസുകുമാര, അല്ല എന്താ കയ്യില്? തന്റെ വിവാഹ വാർഷികമല്ലോ, ഇപ്പൊ പച്ചക്കറിയാ. ഓ, ഒരു ജൈവവള സ്നേഹി. അല്ല, തന്റെ മക്കളൊന്നും എണീറ്റില്ലേ? എണീറ്റ് വരുന്നതേ ഉള്ളൂ. തന്റെ മൂത്ത പോൻ എന്നാ പോകുന്നേ? അടുത്ത മാസം 6-ാം തീയതി. ടിക്കറ്റ് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു. മിക്കവാറും അന്ന് തന്നെ പോകും. താൻ ഈ നാട്ടിൽ വന്ന കാലം മുതലേ തന്റെ നിഴലായി കുടിയനാണ്. തന്റെ വീട്ടിലൊരു ആഘോഷം നടക്കുമ്പോൾ എങ്ങനെയാണോ വരാതിരിക്കുന്നത്? സുഹൃത്ത് ബന്ധത്തിന്റെ ആഴം അറിയുന്നവനാണോ ഞാൻ? അതുപോലെ തന്നെയാ എന്റെ 2 മക്കൾ. ഇന്ന് വൈകുന്നേരം ചെറിയൊരു പാർട്ടി ഇവിടെ ഉണ്ട്. താൻ വരണം. താൻ മാത്രമല്ല, കുടുംബത്തെയും കൂട്ടിക്കൊള്ളണം. അത് നടക്കുമെന്ന് തോന്നുള്ളൂ. അതെന്താ? അവൾക്കേ, അമലത്തിന് ഇന്ന് ആശുപത്രി പോകേണ്ട ദിവസമാണ്. വയ്യടോ, ഇത്ര കാലം കൊണ്ടാ കൂട്ടിരിക്കുന്നത്. മക്കളില്ലാത്ത ഞങ്ങൾക്ക് തുണയായി ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇനി എത്ര കാലം വരെ?
പറ്റുകയാണെങ്കിൽ ഇങ്ങോട്ട് കയറാം. ഞാൻ പറയാൻ പറഞ്ഞു. ആഘോഷം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം കുടുംബസമേതമായി ഇന്ന് ഗുരുവായൂർക്ക് പോവുക. എല്ലാം പാർവതി പ്ലാൻ ചെയ്തതാണ്. ഒരു 100 വർഷം വിവാഹ വാർഷികം ആഘോഷിക്കുന്നത് നമുക്ക് ഭയങ്കര കൊതിയാടാ. അങ്ങനെ തന്നെ വേണോടോ. ഇവ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മക്കളെ കൊണ്ടടാ. ശരിയാവും. അമ്മേ, അച്ഛനെവിടെ? കുടി മാറുന്നു. നീ എന്താണ് പരിപാടി? അതൊക്കെ അമ്മ നോക്കിക്കോ. ചേട്ടനെ വിളിച്ചോ? എല്ലാരെയും വിളിച്ചോ അമ്മേ. ഇന്നേ എന്റെ അച്ഛന്റെ അമ്മയുടെയും 37ാം വിവാഹ വാർഷികം. നമ്മൾ കുടുംബക്കാരായി മാത്രം ചെറിയൊരു ആഘോഷം. നീ എന്നെ വിളിച്ചായിരുന്നോ? ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. മൂത്ത മകനായതിന്റെ ഞാൻ തന്നെ ഇനി അത് ഓർമ്മിപ്പിക്കാം. എനിക്കറിയാം. ഇന്ന് എന്റെ അച്ഛന്റെ അമ്മയുടെയും 37ാം വിവാഹ വാർഷികം. അയ്യോ, നിന്റെ അച്ഛന്റെ അമ്മയുടെ മാത്രമല്ല, എന്റെയും കൂടെ ആണ്. ഞാനെന്ത് ചെയ്യാനാ? പ്രിയെ വിളിച്ചോടാ. പ്രിയേ, അതെ, ഈ ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മളൊരു യാത്ര പോകുന്നുണ്ട്. എവിടേക്കാ? ഗുരുവായൂർ അമ്പലത്തിലേക്ക്. പ്രിയേ, അമ്മാവനും അമ്മായിയും ഈ കേക്ക് മുറിക്കുന്നു, നമ്മൾ ഫോട്ടോ എടുക്കുന്നു, യാത്ര തിരിക്കുന്നു. ചേട്ടത്തി, ക്യാമറയൊക്കെ എപ്പോഴേ റെഡി. ഇനി നിങ്ങളുടെ ആക്ഷൻ മാത്രം. ചേട്ടാ, നീ പോയി ഒന്ന് അച്ഛനെ വിളിച്ചേ. അച്ഛാ, അച്ഛാ. പ്രിയേ, ആ ചേർന്ന് രണ്ടാളും ചേർന്ന് കേക്ക് കെട്ടിയിരുന്നു. നമ്മൾ ആഘോഷം ആരംഭിക്കുന്നു. പിടിച്ചേ. ആശംസകൾ. ജഗേട്ടാ, ഞങ്ങൾ ഓരോ യാത്ര പോയിട്ട് വരുമ്പോഴും ഓരോ കവിതയുമായിട്ടാണ് വരുന്നത്. അത് എന്നോട് മാത്രം പറയും, എന്നെ മാത്രം കാണിക്കും. ഞാൻ അവനെ നിരുത്സാഹപ്പെടുത്തും. നന്നായി. ഏതായാലും അതിലൊന്നും ഇവനെ കൊണ്ട് പാടിക്കാം. അതിനൊരു ചെറിയ ചെവിടി ഞാൻ ചവിട്ടാം. ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവരൊന്ന് പൊക്കി വിട്ട വലിയ കവിയായിട്ടങ്ങ് മാറും. പാട് കേക്കട്ടെ. ഒന്ന് പാടടാ. ആലോല ഹംസങ്ങൾ ആദ്യ സമാഗമ പുനർജനി പൂചൂടും കാമ്യസന്ധ്യ മോഹമേധസിൽ കരളെലിഞ്ഞന്നമ്മ ത്യാഗമുള്ളൂ ഞാൻ. മക്കളെ, ഇതെന്തോന്ന് പാട്ടടാ? ഈണത്തി പാടടാ. എനിക്കോ പാടേ. പാടുമ്പോഴേ ഒരു മൂടുള്ള ഈണം വേണം കേട്ടാ. ഹംസങ്ങൾ ആദ്യ സമാഗമ പുനർജനി പൂജോടും കാമ്യസന്ധ്യ മോഹമേധസിൻ കരളരിഞ്ഞന്നമ്മ ത്യാഗമുള്ളൂ ഞാനിലാടി. പകലെരിയുന്ന സൂര്യനായ
അച്ഛൻ രാവിൽ കുളിരന്നു കള്ളമോതി രാപ്പകലെരിയുന്ന സൂര്യനായ അച്ഛൻ രാവിൽ കുളിരന്നു കള്ളമോതി രാത്രിയിലെരി സൂര്യനില്ലെങ്കിലങ്ങനെ രാഗേന്ദുവാനിൽ ചിരിച്ചു നിൽക്കും രാഗേന്ദുവാനിൽ ചിരിച്ചു നിൽക്കും അമ്മ വേഴാമ്പലും കുഞ്ഞിക്കിളികളും അച്ഛൻ വരുന്നതും കാത്തിരുന്നു വിരഹത്തിൻ കടലാഴ ചുഴിയിൽ വീണച്ഛൻ മരതകം തേടിയലഞ്ഞു ജീവിത മരതകം തേടിയലഞ്ഞു ആലോലഹംസങ്ങൾ ആദ്യ സമാഗമ പുനർജനിപ്പൂജോടും കാമ്യസന്ധ്യ മോഹമേധസിൻ കരളരിഞ്ഞമ്മ ത്യാഗമുള്ളൂ ഞാലിലാടി ത്യാഗമുള്ളൂ ഞാലിലാടി. പ്രകാശാണ് ഒന്നേ ആ മൊബൈൽ എങ്ങെടുക്ക്. എന്തിന് അതങ്ങ് എടുക്കാൻ മര്യാദക്ക് തരാനാ എന്റെ മൊബൈൽ നിനക്കെന്തിന്? എനിക്ക് വേണ്ട. ഇപ്പൊ ഇവിടെ ഷൂട്ട് ചെയ്തില്ലേ, അതങ്ങ് ഡിലീറ്റ് ചെയ്തോളാം. അത് ഞാൻ തീരുമാനിച്ചോളാം. നീ പോടാ. മര്യാദക്ക് ഡിലീറ്റ് ചെയ്യാനാ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പ്രകാശേട്ടാ ഡിലീറ്റ് ചെയ്യാതെ നീ ഇവിടെ നിന്ന് പോകില്ല. എന്താണ് ഇത്? ഒട്ടനിക്കല്ല നിനക്കാ. നിനക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയല്ലോ. നമ്മുടെ അച്ഛന്റെ അമ്മയുടെ സന്തോഷമാകരുത്. അതിന്റെ ഇടയ്ക്ക് നീ ഒരു ചീരുണ്ടാക്കല്ലേ. ഞാനായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. മൃഗജന്മമെടുത്ത ഇവനെ പോലുള്ളവരുടെ കൂട്ടുകെട്ട് ചേട്ടൻ നിർത്തിക്കോ. ഒരു അക്ഷരം നീ അവനെ കുറിച്ച് മിണ്ടി പോകരുത്. നിന്നെക്കാൾ ഞാൻ സ്നേഹിക്കാൻ വിശ്വസിക്കുകയും ചെയ്യുന്ന ഇവനാണ്. മിണ്ടരുത്. ഇവൻ പ്രിയോട് നൃത്തം ഷൂട്ട് ചെയ്തു. വലിയ ക്യാമറയിൽ ഞാൻ ഷൂട്ട് ചെയ്തു. ക്യാമറ പൊസിഷനെ കുറിച്ച് നീ എന്നെ പഠിപ്പിക്കണ്ട. ഇതെന്റെ കുടുംബമാണ്. കുടുംബമായിരുന്ന് കാണാൻ എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നാൽ നീയോ വസ്ത്രം മറയ്ക്കാൻ കഴിയാത്ത ശരീരഭാഗം നോക്കി ക്ലോസ് നിർത്ത്. എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടാ പറഞ്ഞത്. ഇവൻ ആവശ്യമില്ലാതെ ഇവിടെ വരുന്നതും പോകുന്നതും എനിക്ക് ഇഷ്ടമല്ല. അത് നീ മാത്രം തീരുമാനിച്ചാ പറയല്ലോ. ഇതെന്റെ കൂടെ വീടാ. എനിക്ക് വേണ്ടി നിങ്ങൾ എലിയൻ ജേഷൻ വഴക്കിടണ്ട. ഞാനിവിടെ വരാതിരുന്നാൽ പോരെ. ഇണങ്ങാതെ പ്രകാശ, നമ്മൾ ഒന്നല്ലേ. നിനക്കെന്നെ അറിയില്ല. ഇവൻ എന്റെ കൂട്ടുകാരനായതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിക്കാത്തത്. നീ എന്റെ നേർക്ക് കൈയോങ്ങിയില്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ചോ. ഞാൻ വരുന്നില്ല. അതെന്താ നകുലോ? ഞാനങ്ങ് എത്തിക്കോളാം. എല്ലാവരും ഒന്നിച്ചു വല്ല തീരുമാനിച്ചതും. അങ്ങനല്ലേ വണ്ടി ബുക്ക് ചെയ്തതും. അവള് വന്നോളൂ. ഞാനിപ്പോ വരുന്നില്ലെന്നേ പറഞ്ഞോളൂ. ഒന്നിച്ച് തിരിച്ചു വരാം. ആ ജഗേട്ടാ, ഞാൻ ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ടേ. എന്താ നിങ്ങൾ വരുന്നില്ലേ? നകുലേ എടുത്തി ഞാൻ രാവിലെ എത്തിക്കോളാം. സമയത്ത് ഞങ്ങൾ എത്തിക്കോളാം. പറഞ്ഞോട്ടോ. നീ എന്താ പോവാത്തെ? ചേട്ടനെന്താ പോകാത്ത? എനിക്കൊരു മൂടില്ല. ഒരച്ഛന്റെ മക്കളല്ലേ, എനിക്കും ആ മൂടില്ല. ആ പ്രകാശ, നീ എവിടെയാ? നീ വന്നേ. അതൊന്നും കുഴപ്പമില്ലടാ. അവനെന്റെ അനിയനല്ലേ. നീങ്ങ വാ, വേഗം വാടാ. ആ അച്ഛനും അമ്മയും പ്രിയെല്ലാം ഗുരുവായൂർക്ക് പോയി. ഞാൻ നാളെ വെളുപ്പിനെത്താന്ന് പറഞ്ഞു. നകുല കൊണ്ട് പോകുന്ന കണ്ടു. അവനും ഗുരുവായൂർക്ക് പോയതാണ്. അവര്
അവനും വെളുപ്പിനെത്തുമെന്നാ പറഞ്ഞു കേട്ടത്. എടാ, അടുത്ത മാസം 6-ാം തീയതി എനിക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ആയിരിക്കുക. മനസ്സിലാണെങ്കിൽ ആകെ ഒരു അസ്വസ്ഥമാണ്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോ? എടാ, മൂഡ് മാറ്റാനുള്ള ഐറ്റം ഉണ്ട്. അതൊക്കെ ഉണ്ട്. ഏതായാലും മാമനും മാമിയും 4 ദിവസം കഴിഞ്ഞല്ലെങ്കിൽ എത്തും. ഓരോന്ന് അടിക്കുമ്പോ പഴയതെല്ലാം മറക്കും, പുതിയത് മനസ്സിൽ രൂപപ്പെടും. ചെല്ലടാ, എടുത്തിട്ട് വാടാ, പോടാ, ചെല്ലടാ. പിന്നെ ടെസ്റ്റിംഗ്സ് എടുത്തോളേ. പകലെരിയുന്ന സൂര്യനായ രാവിൽ കുളിരന്നു കള്ളമോതി രാത്രിയിലെരി സൂര്യനില്ലെങ്കിലങ്ങനെ രാഗേന്ദുവാനിൽ ചിരിച്ചു നിൽക്കും, രാഗേന്ദുവാനിൽ ചിരിച്ചു നിൽക്കും. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്: മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ജഗൻ, നീ 6-ാം തീയതി പോവുകയാണല്ലേ? അതെ. നീ പോകുമ്പോൾ നിന്റെ ഭാര്യ പ്രിയ ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കോ? എന്റെ അച്ഛനും അമ്മ ഇല്ലാടാ കൂട്ടിനെ. പോരാത്ത അവനുണ്ടല്ലോ നകുൽ. അതെ, അനുജൻ. അതിനെന്താ? അത് തന്നെയാണ് പ്രശ്നം. എന്താ പ്രശ്നം? എടാ, അവൾ പ്രായപൂർത്തിയായ ഒരു പുരുഷനാണ്. ഈയിടെ ഞാൻ ശ്രദ്ധിക്കുന്നു, ചേട്ടത്തിയോടുള്ള അടുപ്പവും പെരുമാറ്റവും ഒക്കെ. എന്തടുപ്പം? അത് ഞാൻ അങ്ങനെ നിന്നോട് പറയും. പറയടാ, ധൈര്യമായി പറ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയയുടെ മുറിയിൽ നിന്നും അവൻ ഇറങ്ങി വരുന്നത്. അവൻ അവളോട് അടങ്ങാത്ത ഒരു അഭിനിവേശം. എടാ മണ്ടാ, നിന്റെ ഭാര്യയോട് അവന് പ്രണയമാണെന്ന്. അവനോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയണ്ടേ? നീ എന്റെ കളിക്കൂട്ടുകാരനാ. നിനക്ക് വേണ്ടി ഞാൻ കുട്ടിക്കാലം മുതൽ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെന്റെ ജീവിതമാണ്. അവളെ ഞാൻ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല. ആരെങ്കിലും താരമായി നിറഞ്ഞാടുന്ന കണ്ട് മോഹിച്ചവനാടാ ഞാൻ. അവളിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. ഞാനൊന്ന് സമാധാനത്തോടെ തിരിച്ചു കയറി പൊക്കോട്ടെ. നേരിന്റെ നേരാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഒഴിവാക്കണം അവനെ. നീ എന്താണ് ഈ പറഞ്ഞത്? നിനക്ക് പറ്റിയില്ലെങ്കിൽ ഞാനത് ചെയ്യും, എന്റെ കൂട്ടുകാരന് വേണ്ടി. അവനെന്റെ ചോരയാണ്, അവനെന്റെ പൊന്നണിയനാണ്. എങ്ങനെയാണ് മഹാഭാവി അവനെങ്ങനെ പറയാൻ തോന്നി? നീയും ജയനും മദ്യപിച്ചിരുന്നപ്പോൾ അവസാനമായി നീ ഫോൺ ചെയ്തു. നകുലിനെ കൊല്ല നീ ആരെയാ ഫോൺ ചെയ്തത്? ഞാൻ ആരെയും ഫോൺ ചെയ്തിട്ടില്ല സാർ. നിന്റെ മൊബൈൽ സെർച്ച് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ബോധ്യമാണ്. ഇനി അന്വേഷണം പൂർണ്ണമാകാൻ അല്പസമയം കൂടെ ബാക്കിയുള്ളൂ. എനിക്ക് അവരോട് ചോദിക്കാനുണ്ട്. പ്രകാശ, നിനക്ക് മുലയൂട്ടി തന്നിട്ടുള്ളവളാണ് ഞാൻ. നീയും ജഗനും എന്റെ മടിയിൽ നിന്ന് വികൃതികൾ കാണിക്കുമ്പോൾ രണ്ടുപേരെയും മാറോട് ചേർത്ത് മാതൃത്വം ആസ്വദിച്ചവളാണ്. നിന്നെ പലരും, എന്തിന് എന്റെ ഭർത്താവ് പോലും നിന്നെ അകറ്റി നിർത്താൻ പറഞ്ഞപ്പോൾ ഞാനത് കാര്യമാക്കിയില്ല. ഇപ്പോൾ നീ എന്റെ നകുലിനെ കൊന്നു. നിനക്ക് എങ്ങനെയാ ആ പാവത്തെ കൊല്ലാൻ കഴിഞ്ഞത്? കരയുന്നോരമ്മക്കിളിയുടെ സൗഭാഗ്യ ചിറകരിഞ്ഞന്മത്ത കാലമേ ഓർക്കണമെന്നും നിന്നെ പ്രസവിച്ച അമ്മയ്ക്കു തുല്യമാണീ അമ്മയും. ഓരോ ഇനങ്ങളിലുള്ള കൊച്ചിന്റെ ചലനവും പ്രകൃതിയെ സ്നേഹിച്ച് എല്ലാവർക്കും സഹായിയായി ഓടി നടന്ന എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞടാ മഹാഭാവി? അതിന് ഇവനല്ലല്ലോ നകുലിനെ കൊന്നത്. അവനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിയമസഹായത്തോടെ, അവസാന തെളിവെടുപ്പിലായി. ഇനി അവൻ പറയും നകുലിനെ ആര് കൊന്നു. കരണൻ സാർ,
സത്യത്തോടും വലുതല്ല മറ്റൊന്നും. ഈ വേദനിക്കുന്ന മാതൃത്വത്തോട് നീ തന്നെ തുറന്നു പറ. ലിവിങ് ടുഗദർ എന്ന മോഡേൺ ലൈഫ് പരീക്ഷണത്തിന് വന്നതല്ല ഈ കുട്ടി. മരണം വരെ നിന്നോടൊപ്പം ജീവിക്കാൻ വന്ന ഈ കുട്ടിയുടെ മുഖത്ത് നോക്കി നീ പറ, നിന്റെ അനുജൻ, നിന്റെ കൂടപ്പിറപ്പ് നകുലിനെ നീ എങ്ങനെ കൊന്നെന്ന്. ഞാൻ പോകുന്നു ജഗൻ. നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. എടാ, നിന്റെ ഭാര്യ പ്രിയ അവളൊരു സുന്ദരിയല്ലേടാ. ആലോലഹംസങ്ങൾ ആദ്യ സമാഗമ പുനർജനിപ്പൂചൂടും കാവ്യസന്ധ്യ മോഹമേധസിൻ കരളരിഞ്ഞമ്മ ത്യാഗമുള്ളൂ ഞാനിലാടി. ജഗൻ, നിന്റെ അച്ഛൻ വരുന്നു. നീ അവനോട് ചോദിക്കണം, ചേട്ടത്തിയെ ഭാര്യ അച്ഛനറിഞ്ഞാലല്ലോ എല്ലാം നോക്കി കത്തികളയോ. പ്രായപൂർത്തിയായ അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഇങ്ങനെ സ്വയം നശിക്കണം? എന്താ എന്താ എന്റെ ഉദ്ദേശം? നിനക്ക് ഭാര്യ വേണാ? മനസ്സിലായി, എല്ലാം മനസ്സിലായി. പെറ്റമ്മയുടെ സ്ഥാനത്തുള്ള എന്റെ ഏട്ടത്തിയെ കുറിച്ചും എന്നെ കുറിച്ചും തെറ്റിദ്ധാരണയുണ്ടാക്കി ഞങ്ങളെ ശത്രുക്കളാക്കി തെറ്റിക്കാനുള്ളത് എന്റെ കുബുദ്ധി. ജഗനൊരു കയ്യൊക്കെ പറ്റി. അവൻ നമ്മുടെ നകുലിനെ മോനെ നകുല, പകലെരിയുന്ന സൂര്യനായ അച്ഛൻ രാവിൽ കുളിരുന്നു കള്ളമോതി. രാത്രിയിലെരി സൂര്യനില്ലെങ്കിലങ്ങനെ രാഗേന്ദുവാനിൽ ചിരിച്ചു നിൽക്കും. ജഗൻ 6-ാം തീയതി പോകാൻ ടിക്കറ്റായി. ഇതിപ്പോൾ പുറത്താണെന്ന് പറഞ്ഞാൽ നമ്മൾ 3 പേരും കുരുങ്ങും. എങ്ങനെയെങ്കിലും ഇവിടെ മാറ്റണം. എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയണ്ട. അയ്യോ
മാമ, നമുക്ക് ഈ ശരീരം സെപ്റ്റി ടാങ്കിലിടാം. ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ച് ഓർമ്മ വരുന്നു. ബോഡി പെട്ടെന്ന് ചീഞ്ഞളിയാൻ കുമ്മായം ചേർത്താൽ മതി. ഈ രഹസ്യം നമ്മൾ 3 പേരല്ലാതെ മറ്റാരും അറിയരുത്. വേഗം പെട്ടെന്ന്. അച്ഛാ, എനിക്ക് വാക്ക് തരണം. അമ്മയും പ്രിയയും മറ്റൊരാളും ഇതറിയില്ല എന്ന വാക്ക്. എന്റെ 2 മക്കൾ ഒന്ന് ചെയ്ഞ്ഞ മറ്റൊന്നിന് വളമാകും. ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇതൊരു ഓർമ്മയാണ്. നീ പൊയ്ക്കോ, അച്ഛൻ ഇത് ആരോടും പറയില്ല. ഇത് അയ്യപ്പനായിരുന്നു അച്ഛന്റെ വാക്ക്. മക്കളും കുടുംബവുമാണ് സർവമെന്ന് കണ്ട് ഒരു തീരാദുഃഖം മനസ്സിൽ ഊതിപ്പെരിപ്പിച്ച് സ്വയം ജീവനൊടുക്കിയ അയ്യപ്പൻ നായർ ജീവിച്ചിരുന്നുവെങ്കിൽ ഇവരോടൊപ്പം മറ്റൊരു പ്രതിയായി അറസ്റ്റ് ചെയ്യാമായിരുന്നു. എല്ലാം തുറന്നു പറഞ്ഞിരുന്ന അദ്ദേഹം എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. ശേഷിക്കുന്നവനെങ്കിലും നന്നായി ജീവിച്ചു കൊള്ളട്ടെ എന്ന് കരുതിയോ ആരോടും പറയാതെ യാത്രയായി. ഇനി ഒരിക്കലും കാണാനാകാത്ത ഈ മകനോട് അമ്മയ്ക്ക് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ഇവനെ എത്രയും പെട്ടെന്ന് കൊല്ലാനുള്ള നിയമ നടപടികൾ കൈക്കൊള്ളണം. എന്റെ ദൈവമേ, എന്തിനാ? ശരി, നമുക്ക് യാത്രയാകാം. വരും. സാർ, ഒരു മിനിറ്റ്. ഒരു നിമിഷം നിങ്ങൾ തിരിഞ്ഞാലോചിക്കണമായിരുന്നു. മദ്യം എന്ന മഹാവിഷം നിങ്ങൾ കഴിച്ചില്ലായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു മഹാക്രൂരത നിങ്ങൾ ചെയ്യില്ലായിരുന്നു. അതിനേക്കാളും വലിയൊരു രോഗത്തിനടിമയെ നിങ്ങൾ. സംശയം എന്ന മഹാരോഗം. മരുന്നിനും മന്ത്രത്തിനും മാറ്റാൻ കഴിയാത്ത സംശയം എന്ന മഹാരോഗം. അതുള്ളിടത്തോളം കാലം നിങ്ങളോടത്തുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട. ഒരുപാട് സ്നേഹിച്ചു പോയി ഞാൻ നിങ്ങളെ. ഈ കൊലപാതകത്തിന്റെ മുഖ്യ കാര്യദർശി പ്രകാശന്റെ മനസ്സിൽ ഇപ്പോൾ അമ്മയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നു, അല്ലേ? ഇല്ല, നീ കാണില്ല. എന്നെ അവർ കണ്ടാൽ ആ പാവം ഹൃദയം പൊട്ടി മരിക്കും. ഹലോ മാഡം, തെളിവെടുപ്പ് പൂർത്തിയായി. അപ്പോൾ പ്രതികളെ കോടതിയിൽ ഹാജരാക്കണം. ആരോ അയച്ച ഒരു ഊമക്കത്തിൽ നിന്നുള്ള ഈ അന്വേഷണം വളരെ സംതൃപ്തിയോടെ അവസാനിപ്പിക്കാം. കേരള പോലീസിന് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളുടെ പട്ടികയിൽ വീണ്ടും ഒരു തങ്ക പതക്കം കൂടി. ഓക്കെ മാഡം, ഓക്കെ. അപ്പോൾ ഇനി ഇവർ ഒരിക്കലും തിരിച്ചു വരാത്ത ഇരുട്ടറയിലേക്കും നമ്മൾ വെളിച്ചത്തിലേക്കും. നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. കേരള പോലീസിന് ഒരു പൊൻതൂവൽ കൂടി. ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു മാൻ മിസ്സിംഗ് കേസിന്റെ അന്വേഷണം പൂർത്തിയായി. ഒരു ഊമക്കത്ത് പോലീസ് മേധാവിക്ക് ആരോ അയച്ചതിന്റെ പേരിൽ പോലീസ് ഊർജ്ജസ്വലതയോടെ അന്വേഷിക്കുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു.
മരണപ്പെട്ട നകുൽ എന്നയാളുടെ സ്വന്തം സഹോദരൻ വെറും സംശയത്തിന്റെ പേരിൽ മദ്യലഹരിയിൽ കൊലപാതകം ചെയ്തു എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. സന്തോഷമായി. ഇപ്പോഴെങ്കിലും കേരള പോലീസിനൊന്ന് പൊറ്റി പറഞ്ഞല്ലോ. സന്തോഷമായി. ഇന്ന് കണ്ടത് നാളെ കാണുമെന്ന് തോന്നില്ല. ഇന്ന് മേഡം ഉണ്ടെന്ന് അറിഞ്ഞത്. നാളെ മുതൽ മേഡം ലീവിലാണ്. പുറത്ത് കുറെ പേര് നിൽക്കുന്നു. എന്താണെന്നൊന്ന് പോയി നോക്കും. നമുക്ക് ലക്ഷ്മിയെ കൂടെ വിളിക്കാം. ഒരു പെണ്ണിരിക്കാൻ നല്ലതാണെന്ന്. നിങ്ങൾ പേടിക്കാതെ നമുക്ക് മേഡത്തിനെ കാണണം. കുറച്ച് ചെറുപ്പക്കാർ മേഡത്തെ കാണുന്നു വാശി പിടിക്കുന്നു. ഏതോ യുവജന സംഘടന പ്രവർത്തനം തോന്നുന്നു. വരാൻ പറയും. എന്താ ജാഥയും ഒരു കൊടിയും കൂടെ കരുതുന്നു. നമസ്കാരം നമസ്കാരം. കാര്യം പറ. സർ, ഞങ്ങൾ നകുലിന്റെ മണമ്പുഴ ദേശത്ത്. നിന്റെ ഒരു മണമ്പുഴ ദേശം. ഒരു ഊമക്കത്തിന്റെ പേരിൽ കഴിഞ്ഞ 6 മാസക്കാലമായി തെളിവെടുപ്പും അന്വേഷണവും. വീണ്ടും ഏതോ കേസ് കെട്ടുമായി വന്നേക്കാണ്. ആരാടാ നിങ്ങൾ? കൂട്ടുകാരാണ് സാർ. സാർ, കുറെ നാളായിട്ട് നൗലിനെ കാണാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സംശയം തോന്നിന്റെ പേരിലാണ് ഇങ്ങോട്ട് കത്തയച്ചത്. അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഒരു കത്ത് ആരെഴുതിയെന്ന് മതി എവിടെ നിന്നാണെന്നും ഈസിയായി തെളിയിക്കാൻ കഴിയും. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വളർന്നടോ കേരള പോലീസ്. അതിരിക്കട്ടെ, നിങ്ങളിതാരാ ഇങ്ങനെ ഒരു കത്ത് എഴുതിയത്? ഇവരാണ് ആ ഊമക്കത്ത് എഴുതിയവർ. ഏതെങ്കിലും വകുപ്പിട്ട് 2 ദിവസം ലോക്കപ്പിലിട്ടാലും ഒരു വകുപ്പുമില്ല. ഇവർ നമ്മുടെ സഹായികളാണ്, നേരിന്റെ നേർസാക്ഷികൾ. നിങ്ങളിൽ ആരാ കത്തെഴുതിയത്? സംഘടിത ശക്തിയുടെ ഊർജ്ജം ഞാൻ മനസ്സിലാക്കുന്നു. മദ്യപാനവും മയക്കുമരുന്നും ഇല്ലാത്ത ഒരു ഗ്രാമം പടുത്തുയർത്താൻ നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിൽ കാണിക്കുന്ന ഈ നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി. കേരള പോലീസിന്റെ ഒരു ബിഗ് സല്യൂട്ട്. സൂര്യൻ, എന്നാൽ ഈ കേസിന്റെ അന്വേഷണത്തിന് നമുക്ക് അടിവരയിടാം അല്ലേ? ഓക്കെ മേഡം. ഓക്കെ. അല്ല മേഡം, ഞങ്ങൾക്കൊരു സംശയം. ഈ കേസിലെ 5-ാം പ്രതി ആരാണ്? സൂര്യൻ, ഈ കേസിലെ 5-ാം പ്രതി ആരാണെന്ന് ഇവർക്കൊന്ന് വ്യക്തമാക്കി കൊടുക്കൂ. ഞങ്ങൾ ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയ 5-ാം പ്രതി ഏതൊരു നാട്ടിലും സകല കൊലപാതകങ്ങൾക്കും കൊള്ളരുതായ്മകൾക്കും മുഖ്യ കാരണം ആ പ്രതിയാണ്. മദ്യവും മയക്കുമരുന്നും പിന്നെ സംശയമെന്ന രോഗവും. ഇതിൽ മദ്യവും മയക്കുമരുന്നും ഒരു ഉൽപ്പന്നമായതുകൊണ്ട് നമുക്ക് ശിക്ഷിക്കാനുള്ള നിയമമൊന്നുമില്ലല്ലോ. അത് നാം സ്വയം തീരുമാനമെടുക്കണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ലഹരി എന്ന 5-ാം പ്രതിയെ ഒഴിവാക്കണമോ വേണമോ എന്ന്. മേഡം, ഇവർക്കൊരു ആഗ്രഹം. മേഡത്തോടൊപ്പം ഒരു സെൽഫി എടുക്കണം. സൂര്യൻ, ആകാമല്ലേ? ജനമൈത്രി പോലീസ് അല്ലേ മേഡം? ആകാം. സാർ മേഡം, ആ കസേരയുടെ മേൽ. സാർ. കിട്ടുന്നില്ല സാർ. അതിനെന്താ, ഇയാളെ ഫോൺ കൊടുക്കും. സാർ, ഇതിലും കിട്ടുന്നില്ല. കൊള്ളാം. ചോദ്യം ഞങ്ങളോടാ. നിങ്ങളിൽ ഒരാളുടെ കുറവുണ്ട്. അയാൾ ഇവിടെ എവിടെയോ ഉണ്ടാകും. അയാളെ കൂടെ വിളിച്ചോ. അയാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് വിചാരിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്. ഹംസങ്ങൾ ആദ്യ സമാഗമ പുനർജനിപ്പൂചൂടും കാവ്യസന്ധ്യ മോഹമേധസിൻ കരളരിഞ്ഞമ്മ ത്യാഗമുള്ളൂ ഞാനിലാടി.
സൂര്യനായ അച്ഛൻ രാവിൽ കുളിരന്നു കള്ളമോതി. രാപ്പകലെരിയുന്ന സൂര്യനായ അച്ഛൻ രാവിൽ കുളിരന്നു കള്ളമോതി. രാത്രിയിലെരി സൂര്യനില്ലെങ്കിലങ്ങനെ രാഗേന്ദുവാനിൽ ചിരിച്ചു നിൽക്കും. രാഗേന്ദുവാനിൽ ചിരിച്ചു നിൽക്കും.